45 स्वे स्वे कर्मण्यभिरतः संसिद्धिं लभते नरः स्वकर्मनिरतः सिद्धिं यथा विन्दति तच्छृणु यतः प्रवृत्तिर्भूतानां येन सर्वमिदं ततं स्वकर्मणा तमभ्यर्च्य सिद्धिं विन्दति मानवः श्रेयान् सुधर्मो विगुणः परधर्मात् सुनिष्ठितात् स्वभावनियतं कर्म कुर्वन्नाप्नोति किल्बिषम् सहजं कर्म कौन्तेय सदोषमपि न त्यजेत् सर्वारम्भा हि दोषेण धूमेनाग्निरिवावृताः असक्तबुद्धिः सर्वत्र जितात्मा विगतस्पृहः नैष्कर्म्यसिद्धिं परमां सन्न्यासेनाधिगच्छति सिद्धिं प्राप्तो यथा ब्रह्म तथाप्नोति निबोध मे समासेनैव कौन्तेय निष्ठा ज्ञानस्य या परा बुद्ध्या विशुद्धया युक्तो धृत्यात्मानं नियम्य च शब्दादीन् विषयान् त्यक्त्वा रागद्वेषौ व्युतस्य च विविक्तसेवी लघ्वाशी यदवाक्कायमानसः ध्यानयोगपरो नित्यं वैराग्यं समुपाश्रितः अहङ्कारं बलं दर्पं कामं क्रोधं परिग्रहं विमुच्य निर्ममः शान्तो ब्रह्मभूयाय कल्पते ब्रह्मभूतप्रसन्नात्मा न शोचति न काङ्क्षति समः सर्वेषु भूतेषु मद्भक्तिं लभते पराम्। स्वे स्वे कर्मण्यभिरतः संसिद्धिं लभते नरः സ്വകർമ്മനിരതഃ സിദ്ധിം യഥാ വിന്ദതി തച്ഛൃണു. അപ്പം കഴിഞ്ഞ 3-4 ശ്ലോകങ്ങളിലായിട്ട് ഈ ചാതുർവർണ്ണയത്തെക്കുറിച്ചായിരുന്നു ഭഗവാൻ പറഞ്ഞത്. 4 തരത്തിലുള്ള വർണ്ണം ഉണ്ട് എന്നുള്ളതാണ് ചതുർവർണ്ണത്തെക്കുറിച്ച്. അപ്പോൾ ഈ ചതുർവർണ്ണത്തിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യർ ശൂദ്രൻ എന്ന് പറയുന്നതിനകത്ത് ആരുടെ കർമ്മമാണ് ഉത്കൃഷ്ടമായ കർമ്മം, അവരിൽ ആരാണ് ഈശ്വര അനുഗ്രഹത്തിന് യോഗ്യരായിട്ടുള്ളവർ, അവരിൽ ആർക്കാണ് സ്വർഗപ്രാപ്തി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ അവരിൽ ആർക്കാണ് മോക്ഷപ്രാപ്തി ഉണ്ടാകുന്നത്. ശൂദ്രൻ ക്രമമായിട്ട് വൈശ്യനായിട്ട്, വൈശ്യനിൽ നിന്ന് ക്ഷത്രിയനായിട്ട്, ക്ഷത്രിയനിൽ നിന്നും ബ്രാഹ്മണനായിട്ട് പിന്നീട് മുക്തി നേടുകയാണോ, അതോ ശൂദ്രനെ സമ്പൂർണമായിട്ടും മുക്തിയിൽ നിന്ന് ഉപേക്ഷിച്ചുകൊണ്ട് ബ്രാഹ്മണർക്കും ക്ഷത്രിയർക്കും വൈശ്യർക്കും മാത്രമായിട്ട് മുക്തി വച്ചിരിക്കുകയാണോ? ഈശ്വരാരാധനയും ഈശ്വരപ്രീതിയും ഈ 4 വർണ്ണങ്ങളിൽ 3 വർണ്ണങ്ങൾക്ക് മാത്രമായിട്ട് വെച്ചിരിക്കുകയാണോ? 3 വർണ്ണങ്ങളിൽ ഉത്കൃഷ്ടമായിട്ടുള്ള ബ്രാഹ്മണ വർണ്ണമാണ് എന്നെങ്ങനെ പറയാൻ സാധിക്കുന്നു? ബ്രാഹ്മണ വർണ്ണത്തിലുള്ളവർ ചെയ്യുന്ന കർമ്മങ്ങൾ ഉത്കൃഷ്ടമായ കർമ്മങ്ങൾ ആകയാൽ അവർക്ക് ഒന്ന് ഉത്കൃഷ്ടമായ കർമ്മങ്ങളാണോ? രണ്ടാമത് അതിനാൽ അവർക്ക് അധികം പുണ്യപ്രാപ്തി എന്ന് പറയുന്നതുണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങളല്ല, ഇത് ഇങ്ങനെയാണ് ഒരുപാട് ധാരണകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഈ മേഖലയിൽ. അപ്പോൾ ആ ധാരണകൾ, ഇത് ഉണ്ടാവേണ്ട യാതൊരുവിധ കാരണവും ഈ സമൂഹത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഭഗവത്ഗീത പഠിക്കാത്തത് കാരണം ഈ സമൂഹത്തിൽ ഒരുപാട് ധാരണകൾ ഉണ്ടാക്കി വെച്ചു. ധാരണകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റിദ്ധാരണകളെന്നൊന്നും പറയേണ്ട കാര്യമില്ല. കാരണം ഇത് ഒരുപാട് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും സത്യമായിട്ട് അവർ കൊണ്ടു നടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത് തെറ്റിദ്ധാരണയുമാണ്, ധാരണയാണ്. തെറ്റിദ്ധാരണ എങ്ങനെയാണെങ്കിലും ശരി, നമുക്ക് ഈ വർണ്ണങ്ങളിലെക്കുറിച്ച് ഭഗവാന് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കാം. അപ്പം ഭഗവാൻ ഈ വർണ്ണങ്ങളെക്കുറിച്ച് പറയുന്ന സമയത്ത് ചിലർ ഭഗവാനിൽ ഈ വർണ്ണങ്ങളുടെ കാരകത്വം ആരോപിക്കും. അതായത് ഈ ചതുർവർണ്ണങ്ങളുണ്ടാക്കി ബ്രാഹ്മണ മേധാവിത്വം അല്ലെങ്കിൽ ക്ഷത്രിയ മേധാവിത്വം, ഇത് 2 പേർക്ക് ആണല്ലോ മേധാവിത്വം ഉള്ളത്. അല്ലെങ്കിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യർക്ക് മേധാവിത്വം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് അത് അങ്ങനെയുള്ള ഒരു സ്ഥിതി ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്
ഉണ്ടാക്കി വെച്ചിരിക്കുന്നതിന് ഭഗവാൻ ഉത്തരവാദിയാണ് എന്നുള്ള രീതിയിൽ പ്രയോഗങ്ങളുണ്ട്. അപ്പോൾ ഇത് നമ്മൾ കൂട്ടി വായിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ 2 വാക്യങ്ങൾ എടുക്കണം. ഈ 2 വാക്യങ്ങളുടെക്കും തുല്യ പ്രാധാന്യത്തിൽ എടുക്കണം. അതിലൊന്ന് ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം ഗുണകർമ്മ വിഭാഗശഃ, ഞാൻ തന്നെയാണ് ഈ ചാതുർവർണ്ണ്യം സൃഷ്ടിച്ചത്. അപ്പോൾ ആ ഒരു ഭാഗത്തെ മാത്രം എടുത്തുകൊണ്ട് അത് സത്യമാക്കിക്കൊണ്ട് സമൂഹത്തിൽ ഇപ്പം ചാതുർവർണ്ണ്യമുണ്ട്, അതിൻ്റെ കാരണം ഭഗവാന്റെ ഈ പ്രസ്താവനയാണ്, അതുകൊണ്ട് ഏറ്റവും വലിയ അപരാധം സമൂഹത്തോട് ചെയ്തു, ഇത്തരത്തിലാണ് പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പം അതിൽ ഡയറക്റ്റായിട്ട് ഭഗവാനെ ആരും കുറ്റം പറയത്തില്ല എങ്കിൽ കൂടിയും ബ്രാഹ്മണരെയാണ് ആ കൂട്ടത്തിൽ കുറ്റം പറയുന്നത്. വൈദികത്തെയും വൈദിക സംസ്കാരത്തെയും ബ്രാഹ്മണ്യത്തെയും ഇങ്ങനെയുള്ള സകലതിനെയും കുറ്റം പറയുന്നു ഭഗവാന്റെ ഈ വാക്യം എടുത്തു വെച്ചുകൊണ്ട്. അതായത് ഭഗവാൻ പറഞ്ഞു എന്നുള്ള രീതിയിൽ ബ്രാഹ്മണർ പറഞ്ഞിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ പ്രയോഗങ്ങൾ പോകുന്നത്. എന്നാൽ ഭഗവാൻ പറഞ്ഞ മറ്റൊരു വാക്യമുണ്ട്, ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഈ വാക്യം കൂടെ എടുക്ക്. അപ്പോൾ ഈശ്വരൻ സർവഭൂതങ്ങളുടെയും ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന്. അപ്പോൾ എല്ലാ ഭൂതങ്ങളുടെയും ഹൃദയത്തിൽ ഈശ്വരൻ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ഒരാൾ എടുക്കേണ്ടത് എക്സ് ഓർ വൈ, ഒരാൾ എടുക്കേണ്ടത് അവൻ്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഈശ്വരനാകും, അയാളുടെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഈശ്വരനാകും. പിന്നെ ചാതുർവർണ്ണ്യം മയാ സൃഷ്ടം കൂടെ എടുക്കുക. ചാതുർവർണ്ണ്യത്തെ സൃഷ്ടിച്ചത് ഞാനാണെന്നു എന്നും ഭഗവാൻ പറയുന്നു. അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരാളുടെ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരനാകുന്നു, അത് എക്സോ വയ്യോ ആവട്ടെ, ആരാവട്ടെ, അയാളുടെ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരനാണ് ചാതുർവർണ്ണ്യം സൃഷ്ടിച്ചത് എന്ന് എടുക്കാൻ എന്താ ഇത്ര പ്രയാസമുള്ളത്? അപ്പോൾ ഇതിനകത്ത് ഈ ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്നുള്ള വാക്യത്തിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതെ അതിനെ സമ്പൂർണ്ണമായിട്ട് ഉപേക്ഷിച്ചിട്ട് സമൂഹത്തിലെ വ്യവഹാരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ചാതുർവർണ്ണ്യത്തിനെ എടുത്തുകൊണ്ടുള്ള ദോഷാരോപണങ്ങൾ മാത്രമാണ് നടത്തുന്നത്. അങ്ങനെയാണ് ഭഗവാനിലെ ഇതിൻ്റെ കർത്തൃത്വം ആരോപിച്ചിരിക്കുന്നത്. പക്ഷേ ആ വാക്യത്തിൻ്റെ മറ്റേ ഭാഗം എന്ന് പറയുന്നത്, വാക്യത്തിനോടനുബന്ധിച്ച് നമ്മൾ കാണേണ്ട ഭാഗം എന്ന് പറയുന്നത് ഈശ്വര സർവഭൂതാനാം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്നുള്ളത് നോക്കിക്കഴിഞ്ഞാൽ ഒരുവൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരനാണ് ഈ ചതുർവർണ്ണം സൃഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള രീതിയിൽ എടുക്കണം. അങ്ങനെ എടുക്കുമ്പോൾ ഓരോരുത്തരുടെ ഹൃദയത്തിലും ഈശ്വരനെ സ്ഥിതി ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഏത് വ്യക്തിയുടെ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരനാണ് ചതുർവർണ്ണം ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത്? എക്സിൻ്റെയോ വൈയുടെയോ എന്നുള്ള രീതിയിൽ ഏത് വ്യക്തിയുടെ, മനുവിൻ്റെ, അതായത് ആദി മഹാരാജാവായിട്ടുള്ള മനുവിൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരനാണോ, അതോ വസിഷ്ഠ മഹർഷിയുടെയോ അല്ലെങ്കിൽ വ്യാസ മഹർഷിയുടെയോ, അല്ലെങ്കിൽ ഇങ്ങനെ ആരുടെ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരൻ സൃഷ്ടിച്ചു എന്നാണ് പറയേണ്ടി വരുന്നത്? അപ്പോൾ അങ്ങനെ ഒരാളുടെ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരന് ബാക്കിയുള്ള എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരനെ അനുഭവിക്കേണ്ടുന്ന തരത്തിലുള്ള ചാതുർവർണ്ണത്തെ ഉള്ള നിയമങ്ങളൊക്കെ സൃഷ്ടിക്കാൻ പറ്റുമോ? അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരാളുടെ ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരൻ ബാക്കിയുള്ള എല്ലാവരുടെയും ഹൃദയത്തിലിരിക്കുന്ന ഈശ്വരനെ നിഷേധിക്കുന്നതായിട്ട് മാറും. അപ്പോൾ എന്താ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അതവിടെയാണ് ആ പ്രശ്നം കിടക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തസ്യ കർത്താരമഭിമാം വിദ്യ കർത്താരമവ്യം, അതും കൂടെ ചേർത്ത് വായിക്കണം. അതിൻ്റെ സൃഷ്ടാവ് അല്ലതാൻ. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അതും ഞാനുമായിട്ട് ബന്ധമുണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധമുണ്ട്, ബന്ധമില്ല എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. അപ്പോൾ ഈ തരത്തിൽ നമ്മൾ ചിന്തിച്ച് നോക്കുമ്പോഴാണ് ഭഗവാന്റെ വാക്യങ്ങളെ മുഴുവൻ എടുക്കേണ്ട തരത്തിലല്ല എടുത്തിരിക്കുന്നതെന്നൊക്കെ കാണാം. അപ്പോൾ അതുകൊണ്ട് ഈ മേഖലയിൽ ഒരു സ്വല്പം വിശദീകരണം ആവശ്യമുണ്ട് ഈ ചതുർവർണ്ണത്തിൻ്റെ കർമ്മത്തെ സംബന്ധിച്ച്. അപ്പോൾ ഇവിടെ ഇപ്പം ഭഗവാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ചതുർവർണ്ണത്തിലെ കർമ്മത്തിൻ്റെ മേഖലയിലെ എന്തു പ്രാധാന്യമാണ് ഈ കർമ്മത്തിനുള്ളത്. ഈ കർമ്മം വെച്ചുകൊണ്ടാണല്ലോ ഉത്കൃഷ്ട കർമ്മം ബ്രാഹ്മണന്, അതിനേക്കാളും കുറച്ചുകൂടെ താണകർമ്മമാണ് ക്ഷത്രിയൻ്റെ കർമ്മങ്ങൾ, അതിനേക്കാളും കുറച്ചുകൂടെ താണതാണ് വൈശ്യൻ. അതനുസരിച്ചാണല്ലോ സ്റ്റേജുകൾ എന്ന പോലെ സ്ഥാനങ്ങൾ കൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സ്ഥാനത്തിൽ ഏറ്റവും 1, 2, 3, 4 എന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒളിമ്പിക്സിനൊക്കെ മെഡൽ മേടിക്കാൻ നിൽക്കുന്ന ആൾക്കാരുടെ മുകളിൽ ഒരു തട്ട് ഉയർന്നും, പിന്നത്തേന് ഒരുപടി താഴെയായിട്ട് ക്ഷത്രിയന്, അതിൻ്റെ പിന്നെ ഒരുപടി താഴെയായിട്ട് വൈശ്യര്, ഒരുപടി താഴെയായിട്ട് ശൂദ്രർ എന്നൊക്കെ ഉള്ള രീതിയിൽ സ്ഥാനകൽപ്പനയാണല്ലോ സമൂഹത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഇതെല്ലാം വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർമ്മത്തിനെ വെച്ചുകൊണ്ടാണ് തന്നെ. ഞാൻ വേദം പഠിച്ചവനാണ്, ബ്രാഹ്മണ
ജാതിയാണ്. അതേമാതിരി പിന്നെ വിശിഷ്ടകർമ്മത്തിൻ്റെ കർത്താവാണ്. ഇതാണല്ലോ നമുക്ക് പറയുന്നത് എന്താ, കർമ്മത്തിൻ്റെ അധികാരിയാണ് ഞാൻ എന്നുള്ളതാണ് പറയുന്നത്. അതേമാതിരി വിശിഷ്ടകർമ്മ അധികാരിയായതുകൊണ്ട് ഉത്കൃഷ്ട ഫലത്തിനുള്ള അധികാരിയുമാണ്. ആ ഉത്കൃഷ്ട ഫലം എന്ന് പറയുന്നത് ഈഹലോകത്തിലെ ഉത്കൃഷ്ട ഫലം എന്ന് പറയുന്നത് സ്ഥാനപ്രാപ്തിയിലുണ്ട്. ഉത്കൃഷ്ട സ്ഥാനം ഉണ്ടാവണം. എവിടെ ചെന്ന് കഴിഞ്ഞാൽ ഉത്തമ പീഠത്തിന് അധികാരി. രണ്ടാമതെന്ന് പറഞ്ഞാൽ ധനം, സർവ്വരേക്കാൾ ഉത്കൃഷ്ടമായിട്ടുള്ള ധനം കയ്യിൽ വെക്കുവാൻ വേണ്ടിയിട്ട് യോഗ്യൻ ഞാനാണ്. അതുകൊണ്ട് ഭൂമിയുടെ അവകാശം, പിന്നെ ഗോക്കളുടെ അവകാശം, സുവർണത്തിൻ്റെ അവകാശം, ഇതൊക്കെയാണ് ധനം. അന്നത്തെ കാലത്തെ ധനം, ഇന്നത്തെ കാലത്തെ ധനം ഇതൊക്കെ തന്നെയാണ്. മറ്റെന്താണ് ലൈഫ് സ്റ്റോക്ക് എന്ന് പറയുന്നത്. പിന്നെ ഭൂമിയും വന്നു. അതിൻ്റെ കൂട്ടത്തിൽ എന്താ പ്രൊഡ്യൂസ് എന്ന് പറയുന്ന പച്ചക്കറികളെല്ലാം, വിഭാഗങ്ങളെല്ലാം, അത് അന്നത്തിൻ്റെ അധികാരി, കൃഷി, അതുപോലെ ഭൂമി, ഇങ്ങനെയുള്ള സകലത്തിൻ്റെ അധികാരി എന്ന് പറയുന്നത് മുഴുവനും ഈ എന്താണ് ഉത്കൃഷ്ടതയുടെ മൂർത്തിഭാവമായിരിക്കുന്ന ബ്രാഹ്മണനിൽ മാത്രം നിക്ഷിപ്തമാണോ? ആ ബ്രാഹ്മണനിൽ നിക്ഷിപ്തമാവാനുള്ള ഒരേ ഒരു കാരണം എന്ന് പറയുന്നത് ബ്രാഹ്മണൻ്റെതായിട്ടുള്ള കർമ്മമാണ്. അതിനാൽ കർമ്മത്താൽ മഹിമ നേടിയിരിക്കുന്ന ബ്രാഹ്മണന് ഈ മാതിരിയുള്ള ഉത്കൃഷ്ടതയുണ്ടോ? ഈ മാതിരിയൊക്കെ ഉള്ളതാണ് നമുക്ക് സംശയം. അതേമാതിരി സർവരാലും നികൃഷ്ടരെന്ന് എപ്പോഴും നമ്മൾ അടിക്കടി കേട്ടുകൊണ്ടിരിക്കുന്നതാണല്ലോ ഈ ശൂദ്രകർമ്മങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതും ഈ എന്താണ് ശരിക്കുള്ള ശൂദ്രൻ്റെ കർമ്മങ്ങളും, എന്താണ് ശരിക്കും ബ്രാഹ്മണൻ്റെ കർമ്മങ്ങളും? അപ്പോൾ ഇപ്പം എങ്ങനെയാണ് ഇതിൻ്റെ സംബന്ധം കിടക്കുന്നത്? നമുക്ക് ഈ സമൂഹം നമ്മളെ ഒരുപാട് തെറ്റിദ്ധരിപ്പിച്ചു വെച്ചിരിക്കുന്ന മേഖലയാണത്. ആ തെറ്റിദ്ധാരണ മേഖലയിലാണ് ഇന്നും അത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നത്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള ജാതിയും ഉപജാതികളും കൊണ്ട് സമൃദ്ധമായിപ്പോയി. ഈ ജാതിയും ഉപജാതിയൊക്കെ പിന്നീട് ഉണ്ടായതാണ്. അത് എങ്ങനെയാണ് ഇത് ഉണ്ടായതെന്നുള്ളത് ഭഗവാൻ പോലും അറിയത്തില്ല എന്ന് പറയേണ്ടി വരും. ഭഗവാൻ ചതുർവർണ്ണത്തെക്കുറിച്ചേ പറഞ്ഞിട്ടുള്ളൂ. നാനാവിധ ജാതികളെക്കുറിച്ചൊന്നും ഇവിടെ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ചതുർവർണ്ണത്തെക്കുറിച്ച് പറഞ്ഞു. ഈ ചതുർവർണ്ണത്തെ എടുത്തു വെച്ചുകൊണ്ട് ഇവിടെ ആയിരക്കണക്കിന് ജാതികളെ ഉണ്ടാക്കി വെച്ചു എന്നുള്ളതാണ്. ആരുണ്ടാക്കി വെച്ചിരിക്കുന്നു? ഈ പറഞ്ഞ മാതിരി സസ്യകർത്താരം അഭിമാം വിദ്യ കർത്താരം അവ്യയ എന്ന് പറഞ്ഞ മാതിരി ഭഗവാനാണ് സൃഷ്ടിച്ചതെന്ന് ചിലർക്ക് പറയാൻ, ഭഗവാനല്ല സൃഷ്ടിച്ചതെന്ന് മറ്റു ചിലർക്കും പറയാം. അപ്പം ചുരുക്കത്തിൽ അതവിടെ നിൽക്കട്ടെ. ഈ കർമ്മങ്ങളിൽ ബ്രാഹ്മണ കർമ്മത്തിന് മഹിമ, വൈശ്യകർമ്മത്തിന്, ക്ഷത്രിയ കർമ്മത്തിനൊക്കെ അതിലും കുറേശ്ശെയുള്ള മഹിമ, പിന്നെ ശൂദ്രകർമ്മമാകുമ്പോഴത്തേക്ക് മഹിമയൊട്ടുമില്ല, നികൃഷ്ടകർമ്മമാകുന്നു. ഈ മാതിരി കർമ്മത്തെ വെച്ചുകൊണ്ട് ഈ മഹിമയെ അളക്കാൻ പറ്റുമോ? ഒന്ന് അത് വെച്ചിട്ടാണല്ലോ ഉത്കൃഷ്ടത സമൂഹത്തിൽ പറയുന്നത്. അപ്പോൾ ആ കർമ്മത്തെ വെച്ചുകൊണ്ട് ഒരാൾക്ക് ഉത്കൃഷ്ടത അവകാശപ്പെടാൻ പറ്റുമോ? അവകാശപ്പെടാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ ബ്രാഹ്മണ കർമ്മം എന്ന് പറയുന്ന ഉത്കൃഷ്ട കർമ്മമാകുന്നു. ബ്രാഹ്മണ കർമ്മത്താൽ ബ്രാഹ്മണൻ ശ്രേഷ്ഠനാകുന്നു. ഇനി അതേ ബ്രാഹ്മണ കർമ്മം മറ്റൊരുവൻ ശൂദ്രൻ ചെയ്താൽ, കർമ്മത്താൽ ബ്രാഹ്മണന് പറഞ്ഞിരിക്കുന്ന കർമ്മമാണല്ലോ ബ്രാഹ്മണൻ്റെതായിട്ടുള്ള ബ്രാഹ്മണൻ ചെയ്യേണ്ടത്. അത് ശൂദ്രൻ ചെയ്തു കഴിഞ്ഞാൽ ഈ കർമ്മം ഉത്കൃഷ്ടമായതുകൊണ്ട് ശൂദ്രൻ ചെയ്യുന്ന കർമ്മത്തിനാൽ ശൂദ്രൻ ഉത്കൃഷ്ടനാകുമോ? അങ്ങനെ ബ്രാഹ്മണ കർമ്മം ചെയ്തുകൊണ്ട് ശൂദ്രന് ബ്രാഹ്മണനാകാൻ സാധിക്കുമോ? ഈ മാതിരിയൊക്കെയാണ് നമ്മുടെ കയ്യിൽ കിടക്കുന്ന സംശയം. അപ്പോൾ ഭഗവാൻ പറയുന്ന ഒരു ചെറിയ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഒന്നിതാണ്, എന്തിനാണ് നിങ്ങൾ ഈ ബ്രാഹ്മണ കർമ്മം, ക്ഷത്രിയ കർമ്മം, വൈശ്യകർമ്മം എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത്, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറാൻ പോകുന്നത്? ഭഗവാൻ ചോദിക്കുകയാണ്. ഒന്നാമത്, ഈ ചാതുർവർണ്ണ്യവും ഞാനുമായിട്ടൊരു ബന്ധവുമില്ല. തസ്യ കർത്താരം അഭിമാം വിദ്യ കർത്താരമവ്യ. എല്ലാവരുടെയും ഹൃദയത്തിരിക്കുന്ന ഞാനാണ് ചാതുർവർണ്ണ്യം സൃഷ്ടിച്ചത് എന്ന് പറഞ്ഞാൽ, ഒരുവൻ, അതായത് ഹൃദയശേ അർജുന തിഷ്ഠതി, ഒരുവന് അവൻ്റെ ഹൃദയത്തിലിരിക്കുന്ന ചൈതന്യം എന്ന് പറയുന്നത് ഈശ്വരനാണ്. ആ ഈശ്വരൻ്റെ സാന്നിധ്യത്താൽ അവൻ്റെ പ്രകൃതിയുടെ ഒരു ഗുണഘടന അവൻ പ്രകടമാക്കുന്നു. ആ ഗുണഘടന എന്ന് പറയുന്നത് ഈ ത്രിഗുണങ്ങളുടെ ഘടനയാണ്. അതിനകത്ത് സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന ഈ ത്രിഗുണങ്ങളുടെ ഘടന അവൻ പ്രകടമാക്കുന്നു. ആ ത്രിഗുണങ്ങളുടെ ആ കോമ്പിനേഷനാണ് ഗുണകർമ്മ വിഭാഗശഃ എന്ന് പറയുന്നതിനകത്ത് ആ ത്രിഗുണങ്ങളുടെ ഒരു കോമ്പിനേഷനാണ് അവനെ ബ്രാഹ്മണനായിട്ട് കൽപ്പിക്കപ്പെടുന്ന വിധത്തിലുള്ള ഗുണയോഗ്യതയോട് കൂടിയിട്ടുള്ളവനായിട്ടും ഗുണഘടനയോട് കൂടിയിട്ടുള്ളവനായിട്ടും ക്ഷത്രിയനായി കൽപ്പിക്കപ്പെടുന്ന വിധത്തിലുള്ള ഗുണഘടനയോട് കൂടിയവനായിട്ടും അവനെ തന്നെ മാറ്റിയെടുത്തു. അപ്പോൾ അങ്ങനെ അവനെ തന്നെ മാറ്റിയെടുക്കുന്നതിന് ഹൃദയത്വാസിയായിട്ടുള്ള ചേതനയാണ് കാരണം. അല്ലാതെ ചേതന ഇല്ലെങ്കിൽ സാധ്യമല്ലല്ലോ.
പിന്നീട് ചേതനയുടെ സാന്നിധ്യത്തിൽ പ്രകൃതിയാണ് ചെയ്തത്. കാരണം ഗുണങ്ങൾ എന്ന് പറയുന്നത് ഗുണഘടന രൂപീകരണം പ്രകൃതിയുടെ സമ്പൂർണ്ണമായിട്ടും പ്രകൃതിയുടെ അധീനതയിലുള്ളതാണ്. പ്രകൃതിയാണല്ലോ ഗുണം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഇരിക്കെ ഈ വ്യക്തി ഈ മാതിരിയുള്ള ഗുണങ്ങളോട് കൂടിയിട്ട് പ്രകടമാകുന്ന ഏതെങ്കിലും ഒരു ഗുണഘടനയോട് കൂടിയിട്ട് പ്രകടമാകുന്ന ആ വ്യക്തി എന്ത് തരത്തിലുള്ള ഈ കർമ്മം ചെയ്യാൻ എന്ത് യോഗ്യതയാണ് ഈ വ്യക്തിക്ക് കിട്ടുക? ജനിക്കുമ്പോൾ തൊട്ട് തന്നെ ആ വ്യക്തി ആരുടെ കൂട്ടത്തിലാണോ കഴിയുന്നത്, ആരാണോ ഇവനെ പഠിപ്പിക്കുന്നത്, ഏത് തരത്തിലുള്ള ഒരു മൂല്യമാണോ ഇവൻ്റെ ഹൃദയത്തിലേക്ക് കൊടുത്തു വെക്കുന്നത്, അല്ലെങ്കിൽ ഇവനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്, ഇവനെ റെക്കഗ്നൈസ് ചെയ്യുന്നത് സമൂഹം ഏത് വിധത്തിലാണ്, അപ്പോൾ ഏത് വിധത്തിലുള്ള അതായത് ചുരുക്കത്തിൽ ഇവൻ്റെ മാതാപിതാക്കളുടെ ഒരു തുടർച്ചയാണ് ഇവൻ. അതിനാൽ മാതാപിതാക്കൾക്ക് എന്ത് അറിവുണ്ടോ ആ അറിവ് ഇവനിലേക്ക് പകരുന്നു. മാതാപിതാക്കൾക്ക് ഈ സമൂഹത്തിൽ എന്ത് സ്ഥാനമുണ്ടോ ആ സ്ഥാനം ഇവനിലേക്ക് പകരുന്നു. അതുപോലെ സർവ്വതും അതുപോലെ. ആ മാതാപിതാക്കൾ അവരുടേതായിട്ടുള്ള ഒരു ഗ്രൂപ്പിനുള്ളിലാണ് നിൽക്കുന്നത്. ഇങ്ങനെയുണ്ടാകുന്ന ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണ് പിന്നീട് ജാതികളായിട്ട് ഇവിടെ അറിയപ്പെട്ടു പോയത്, കാസ്റ്റ് എന്നുള്ള രീതിയിൽ അറിയപ്പെട്ടു പോയത്. പണ്ട് ഈ കാസ്റ്റ് എന്ന് പറയുന്നതും ജാതി എന്ന് പറയുന്നതും ഒരു ഗ്രൂപ്പ് എന്നുള്ളതേ ഉള്ളൂ. അല്ലെങ്കിൽ ഗ്രൂപ്പ് എന്നുള്ളതിന് വേറെ വാക്കുകളൊന്നും ആ സമൂഹത്തിൽ ഇല്ലായിരുന്നു. ജാതിയും വ്യക്തിയും എന്ന് പറയുമ്പോൾ ജാതി എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പ് എന്നേ അർത്ഥം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഓരോരോ കാലഘട്ടത്തിൽ ഓരോരോ ഗ്രൂപ്പുകൾ രൂപപ്പെട്ടു വന്നു. ആ ഗ്രൂപ്പുകൾ അവർ ചെയ്തിരിക്കുന്ന കർമ്മം മറ്റുള്ളവരുടെ ദൃഷ്ടിയിൽ പലതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഇന്ന ഗ്രൂപ്പിലുള്ള ആൾക്കാർ ചെയ്യുന്ന കർമ്മത്തെക്കാൾ ഉത്കൃഷ്ടമായിട്ട് ഗണിക്കണം, അടുത്ത വേറൊരു ഗ്രൂപ്പിലുള്ള ആൾക്കാർ ചെയ്യുന്ന കർമ്മത്തെക്കാളും നികൃഷ്ടമായിട്ട് ഗണിക്കണമെന്ന് പറയുമ്പോൾ ഇവർ ചെയ്യുന്ന കർമ്മവും ഇവരെയും കൂടെ മറ്റേ ഗ്രൂപ്പിൻ്റെയും ഇപ്പം പറഞ്ഞ ഗ്രൂപ്പിൻ്റെയും ഇടയ്ക്കുള്ളൊരു സ്ഥാനത്തേക്ക് കൊണ്ടുവരും. അപ്പോൾ ഇങ്ങനെ ഗ്രൂപ്പുകൾക്ക് ഓരോരോ സ്ഥാനങ്ങൾ അവർ ചെയ്യുന്ന കർമ്മങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് കിട്ടിക്കൊണ്ടേയിരുന്നു. ഇനി ഇപ്പം ഈ മാതാപിതാക്കളുടെ കർമ്മമാണ് കുട്ടികൾക്ക് സാധാരണ ലഭിക്കുന്നത്. കാരണം അവർ ഗ്രൂപ്പുകളായിട്ട് ഇങ്ങനെ അത് തലമുറകളായിട്ട് അത് കൈമാറുന്ന വ്യവസ്ഥ വന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് ഒരുപാട് ജാതികളുണ്ടായിട്ട് വന്നു. അപ്പം ചെറിയ ചെറിയ ഗ്രൂപ്പുകളാണ് പിന്നീട് ജാതികളായിട്ട് അറിയപ്പെട്ടത്. അപ്പോൾ ഈ ഗ്രൂപ്പുകളിലേക്ക് ആൾക്കാർ ചേരുന്നു. തൊട്ടടുത്ത കർമ്മങ്ങളിലെ ഗ്രൂപ്പുകളിൽപ്പെട്ട ആൾക്കാരുമായിട്ട് ഇവർ സംബന്ധങ്ങൾ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇങ്ങനെ സംബന്ധങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ചുകൂടെ വലുതായിട്ട് ഈ ഗ്രൂപ്പുകൾ ഇങ്ങനെ മാറിക്കഴിയുമ്പോൾ അത് ഒരു ജാതി എന്നുള്ള രീതിയിലേക്ക് പിന്നീട് അറിയപ്പെടുന്ന വിധത്തിലേക്ക് അപ്പോഴത്തേക്ക് സമൂഹത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കുന്നതനുസരിച്ച്, ജനസംഖ്യ വർദ്ധിക്കുന്നതനുസരിച്ച് ഇതിങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം അവിടെ കിടക്കുകയാണ്. അതായത് ബ്രാഹ്മണ കർമ്മം, ക്ഷത്രിയ കർമ്മം എന്ന് പറയുന്നതല്ല. അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഇതിനകത്തുനിന്ന് ഈ ബ്രാഹ്മണരായിട്ട് അറിയപ്പെടുന്ന ആൾക്കാർ ചെയ്യുന്ന കർമ്മവും പിന്നെ അവസാനം ശൂദ്രരായിട്ട് അറിയപ്പെടുന്ന ആൾക്കാർ ചെയ്യുന്ന കർമ്മവും. അപ്പോൾ ഇതിനകത്ത് ചെയ്യുന്ന കർമ്മത്താൽ മുക്തി ലഭിക്കുന്നു, പുണ്യം ലഭിക്കുന്നു, ഈശ്വരാനുഗ്രഹം ലഭിക്കുന്നു. ശൂദ്രനാൽ ചെയ്യപ്പെടുന്ന കർമ്മത്താൽ മുക്തിയുമില്ല, പുണ്യവുമില്ല, പിന്നെ സ്ഥാനവുമില്ല, മഹിമയുമില്ല, ഒന്നുമില്ല. അപ്പം ഇങ്ങനത്തെയുള്ള ഒരു സംശയമുണ്ടെങ്കിൽ ആ സംശയം മാറ്റാൻ ഭഗവാൻ പറയുകയാണ്, അർജുന, അങ്ങനെയല്ല സ്ഥിതി. സ്വേ കർമ്മണ്യഭിരതഃ സംസിദ്ധിം ലഭത്തെ നരഃ. സ്വേ അവനവൻ്റേതായിട്ടുള്ള കർമ്മണി അഭിരതഃ, അവനവൻ്റേതായിട്ടുള്ള കർമ്മത്തിൽ അഭിരതഃ, അതിൽ മുഴുകുന്നവനായിട്ട് നരഹ സംസിദ്ധിം ലഭത്തെ, മനുഷ്യൻ സംസിദ്ധിയെ പ്രാപിക്കുന്നു. ഇവിടെ ഭഗവാൻ പറഞ്ഞിരിക്കുന്ന വാക്ക് നരഹ എന്നാണ്. ബ്രാഹ്മണഹ എന്ന് പറഞ്ഞിട്ടില്ല, ക്ഷത്രിയഹ, വൈശ്യഹ, ശൂദ്രഹ എന്ന് പറഞ്ഞിട്ടുള്ള ഭേദങ്ങളൊന്നും അല്ല അവിടെ കൊടുത്തിരിക്കുന്നത്. മനുഷ്യൻ അവനവൻ്റേതായിട്ടുള്ള കർമ്മത്തിൽ വ്യാപൃതനായിട്ടുണ്ട്, സിദ്ധിയെ പ്രാപിക്കുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അടുത്ത വാക്കാണ് സ്വകർമ്മനിരതഃ സിദ്ധിം യഥാ വിന്ദതി തശ്ശൃണു. സ്വകർമ്മനിരതഃ, അടുത്ത പ്രയോഗം നമുക്ക് കാണാം. അപ്പോൾ സ്വേ കർമ്മണി എന്ന് പറയുമ്പോൾ അവനവൻ്റേതായ കർമ്മം എന്ന് പറഞ്ഞു. സ്വകർമ്മനിരതഃ എന്ന് പറയുമ്പോൾ സ്വകർമ്മത്തിൽ നിരതനായവൻ എന്ന്. സ്വകർമ്മം എന്ന് പറയുമ്പോൾ അവനവൻ്റേതായിട്ടുള്ള കർമ്മം. ഇപ്പം അവനവൻ്റെ കർമ്മം എന്നുള്ളത് എങ്ങനെ പറയാൻ പറ്റും? ഇപ്പോൾ ഇന്നത്തെ കാലത്തെ പോലത്തെ ഒരു വ്യവസ്ഥിതിയല്ല ഭഗവാൻ അന്ന് പറഞ്ഞിരുന്ന കാലത്തുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നാണെന്നുണ്ടെങ്കിൽ
ഇന്ന് ഇപ്പം നമുക്കൊരു മെഡിക്കൽ കോളേജിൽ നിന്ന് ഒരാൾ പാസ്സായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വകർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ചികിത്സയാണെന്നറിയാം. എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്വകർമ്മം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സംശയമൊന്നുമില്ല. അതേമാതിരി അതിൽ തന്നെ ഏത് എഞ്ചിനീയറിംഗ് കോളേജിൽ നിന്ന് തന്നെ ഇവന് ഏത് വിഭാഗത്തിലാണ് ഇറങ്ങിയതെന്നനുസരിച്ചിരിക്കും. കമ്പ്യൂട്ടറിലാണെന്നുണ്ടെങ്കിൽ അവൻ എന്തിലാണ് അവന് നിഷ്ണാതത്വം ഉള്ളത്, അവൻ്റെ കഴിവുള്ളത് എന്നുള്ളതനുസരിച്ചിട്ട് അല്ല ഇവിടെ നോക്കുന്നത്. പകരം അവൻ്റെ ക്വാളിഫിക്കേഷൻ എന്തിലാണെന്നുള്ളത് നോക്കിയിട്ടാണ് അതിലേക്ക് അവൻ അങ്ങ് ചേരുകയാണ് ചെയ്യുന്നത്. ഇതിന് സമാനമായിട്ടുള്ള രീതിയിൽ നമ്മൾ പൂർവ്വകാലത്തേക്ക് എടുക്കണം, അന്നത്തെ കാലത്തേക്ക് എടുക്കണം. അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഒരു സിമ്പിൾ സൊസൈറ്റിയാണ്. ആ സിമ്പിൾ സൊസൈറ്റിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കർമ്മങ്ങളെ ഉള്ളൂ. ഇന്നത്തെ പോലെ കർമ്മത്തിലുള്ള വ്യാപ്തികളൊന്നുമില്ല. അതെല്ലാം കൂടെ ചേർത്ത് നോക്കി കഴിയുമ്പോൾ ഇത്രയേ ഉള്ളൂ. കുറച്ച് വൈദിക കർമ്മങ്ങൾ, പിന്നെ കുറച്ച് ക്ഷത്രിയൻ എന്ന് പറഞ്ഞിരിക്കുന്ന രാജ്യപരിപാലന നിയമം നടപ്പിലാക്കൽ തുടങ്ങിയിട്ടുള്ള കുറച്ച് കർമ്മങ്ങൾ, പിന്നെ കുറച്ച് ഗോരക്ഷ വാണിജ്യം എന്ന് പറഞ്ഞിട്ടുള്ള കർമ്മങ്ങൾ, പിന്നെ ഇവർക്ക് വേണ്ടുന്ന സേവകൾ എന്ന് പറയുന്നത് കുറച്ച് കർമ്മങ്ങൾ. ഇത്രയേ ഉള്ളൂ. അങ്ങനത്തെ ഒരു സിമ്പിൾ സൊസൈറ്റിയാണ്. അപ്പോൾ ഈ സിമ്പിൾ സൊസൈറ്റിയിൽ ആർക്ക് കിട്ടുന്ന വിദ്യ ആർക്ക് ഉപദേശിക്കും? അപ്പോൾ ഇങ്ങനെ വന്നു കഴിയുമ്പോഴാണ് എല്ലാവരും, അതായത് വിദ്യ എന്ന് പറയുന്നത് ഒരുവൻ്റെ ധനമായിട്ടാണ്. അപ്പോൾ ആർക്ക് ഈ ധനം കൊടുക്കും? പണ്ട് കാലത്താണെന്നുണ്ടെങ്കിൽ, ഇന്നും വിദ്യ ധനമാണ്. അതുകൊണ്ടാണ് നമുക്ക് 10 ലക്ഷം ഉള്ളവനെ മാത്രമേ അഡ്മിഷൻ കിട്ടുന്നുള്ളൂ, അല്ലെങ്കിൽ 20 ലക്ഷം കൊടുക്കാൻ ഉള്ളവനെ അഡ്മിഷൻ കിട്ടുന്നുള്ളൂ. പണ്ട് ഈ 10 ലക്ഷത്തിൻ്റെ കണക്കില്ല, അല്ലെങ്കിൽ 20 ലക്ഷത്തിൻ്റെ കണക്കില്ല എന്ന് പറഞ്ഞാൽ വേറൊരു തരത്തിലുള്ള കണക്കാണ് ക്വാളിഫിക്കേഷന് വെച്ചുകൊണ്ടിരുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നാണെങ്കിൽ അത് കാശിൻ്റെ, പിന്നെ വേണമെങ്കിൽ മെറിറ്റിൻ്റെ, പിന്നെ അല്ലെങ്കിൽ ജാതിയുടെ, അതല്ലെങ്കിൽ പിന്നെ മതത്തിൻ്റെ, ഏതെങ്കിലും തരത്തിലുള്ള നിശ്ചയിക്കപ്പെട്ട ഒരു യോഗ്യത ഉണ്ടെങ്കിൽ മാത്രമേ, ഇപ്പം മതത്തിൻ്റെ പേരിൽ ഒരു പെർസെൻറ്റേജ് വേണമെന്നുണ്ടെങ്കിൽ അഡ്മിഷൻ കിട്ടാൻ സാധ്യതയുണ്ട്, ജാതിയുടെ പേരിൽ വേണമെങ്കിൽ കിട്ടാൻ സാധ്യതയുണ്ട്, കാശ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ NRI ക്വാട്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെയും കിടക്കുന്നുണ്ട്. അപ്പോൾ അതാണെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യതയുണ്ട്. ഇനി 50 ലക്ഷം കൊടുക്കാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിലും കിട്ടാൻ സാധ്യതയുണ്ട്, എന്തെങ്കിലും തരത്തിൽ. അപ്പോൾ അന്നത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനത്തെ ഒരു വ്യവസ്ഥയല്ലായിരുന്നു. പിതാവിന് അറിയാവുന്ന ഒരു വിദ്യ, അന്ന് പഠിപ്പിക്കുന്നതിന് കോളേജുകളൊന്നുമില്ല. അപ്പോൾ ആ പിതാവിനറിയാവുന്ന വിദ്യ, ആ ഒരു വ്യക്തിക്ക് അറിയാവുന്ന വിദ്യ കൂട്ടത്തിൽ നടക്കുന്ന ആൾക്കാർ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ആരുടെ കൂട്ടത്തിൽ നടക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആരുടെ കൂട്ടത്തിൽ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഉത്തരവാദിത്വമുള്ള മാതാപിതാക്കൾ, ഓരോ കുട്ടികളുടെയും മാതാപിതാക്കൾക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മാതാപിതാക്കൾ ഞാൻ ചെയ്യുന്ന ഒന്ന് എൻ്റെ മകൻ വേറൊന്ന് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പറഞ്ഞു വിടത്തില്ല. പകരം ഞാൻ എന്ത് ചെയ്യുന്നുവോ അത് കുട്ടികളെയും കൂടെ പഠിപ്പിക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ കുട്ടികളെയും കൂടെ പഠിപ്പിച്ച് കഴിയുമ്പോഴത്തേക്കും അത് ക്രമമായിട്ട് ഓരോരോ കുടുംബങ്ങളിലും അവർ ചെയ്തുകൊണ്ടിരുന്ന കർമ്മം സ്വാഭാവികമായിട്ടും കുട്ടികളിലേക്ക് പകരുന്നു. ഇങ്ങനെ പകർന്നു കഴിയുമ്പോൾ ഏതാനും തലമുറകൾ കഴിഞ്ഞു കഴിയുമ്പോൾ ഇവരുടെ കുലവും ഇവരുടെ കുലധർമ്മവും ഒക്കെ ആയിട്ടങ്ങ് മാറുകയാണ്. അല്ലെങ്കിൽ ജാതിയുടെ കർമ്മവും ഒക്കെ ആയിട്ടങ്ങ് മാറുകയാണ്. അവർ പോലും അറിയത്തില്ല ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇവന് ഈ ഒരു വ്യക്തി ഇപ്പോൾ നമ്മൾ ഇവിടെ എടുത്തു പറയപ്പെട്ടതായിട്ടുള്ള ഈ വ്യക്തി ദേവദത്തൻ എന്ന് പറയുന്ന എടുത്തു പറയപ്പെട്ടതായ ഈ വ്യക്തിയെ ഇപ്പം ബ്രാഹ്മണനാണ് പിതാവ്. അതുകൊണ്ട് പിന്നെ പഠിപ്പിച്ചിരിക്കുന്നത് മുഴുവനും വേദത്തിൻ്റെ മന്ത്രങ്ങളും കർമ്മങ്ങൾ ചെയ്യാനുള്ളതുമാണ്. അതിനാൽ സ്വാഭാവികമായിട്ടും എന്തറിയാം? വൈദികർമ്മം ചെയ്യാനറിയാം, എന്നാൽ ചെയ്തോളൂ എന്ന് പറയും. ഇനി വേറൊരാളാണെന്നുണ്ടെങ്കിൽ അതിന് പകരം മറ്റൊരാളാണെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തറിയാം? കൃഷി ചെയ്യാൻ അറിയാം. പിതാവ് കൃഷിക്കാരനായിരുന്നു. പിന്നെ അതിനു മുമ്പുണ്ടായിരുന്ന പിതാമഹൻ കൃഷിക്കാരനായിരുന്നു. സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട്, കൃഷി ചെയ്യാൻ സ്ഥലമുണ്ട്. ഇപ്പം എന്താ ചെയ്യുന്നത്? അത് തന്നെ തുടർന്ന് കൃഷി ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിനെയാണ് സ്വകർമ്മനിരതഃ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ അന്നത്തെ കാലം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിനുള്ളിൽ ഇപ്പം 10, 20 വർഷമോ 30 വർഷമോ ഒക്കെ അതിനുള്ളിൽ നിന്നിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് വിചാരിക്കുകയാണ് ഈ വൈശ്യൻ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന കന്നുകാലികളെ പൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കൃഷി എന്ന് പറഞ്ഞാൽ ആ തരത്തിലാണ് എടുക്കേണ്ടത്. കന്നുകാലികളെ പൂട്ടിക്കൊണ്ടിരിക്കുന്ന ഈ വ്യക്തി വിചാരിക്കുകയാണ്, ഇനി ഞാൻ രാജ്യരക്ഷയ്ക്ക് വേണ്ടിയിട്ട് രാജ്യം ഭരിക്കാൻ പോവുകയാണ്. അപ്പോൾ രാജ്യം ഭരിക്കണമെന്നുണ്ടെങ്കിൽ രാജ്യം നേടണമെന്നുണ്ടെങ്കിൽ യുദ്ധം ഉണ്ടാക്കിയിട്ട് ശത്രുവായിട്ട് ഏതെങ്കിലും രാജാവിനെ കണ്ടിട്ട് ആ രാജാവിനെ കൊന്നിട്ട് വേണം രാജ്യം ഭരിക്കാൻ. അങ്ങനെയാണല്ലോ ഇപ്പോൾ യുദ്ധം ഉണ്ടാകുന്നത് അന്നത്തെ കാലത്ത്.
അതല്ല നമ്മുടെ നാട്ടുരാജ്യമാണെങ്കിലും ശരി, ഏതെങ്കിലും വിധത്തിൽ ഒരു സേന ഉണ്ടാക്കണം, എന്നിട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്തണം. അപ്പോൾ ഈ വ്യക്തിക്ക് ഈ സേന ഉണ്ടാക്കാൻ എന്തറിയാം? അതല്ല എന്നുണ്ടെങ്കിൽ ആയുധാഭ്യാസം യോഗ്യതയുള്ളവരെ തിരഞ്ഞെടുക്കാൻ എങ്ങനെ അറിയാം? സ്വയം ആയുധം ഉപയോഗിക്കാൻ എങ്ങനെ അറിയാം? ഒന്നും അറിയത്തുമില്ല. ഈ വ്യക്തിക്ക് എന്താ ഇപ്പോൾ ഉള്ളത്? ചാക്ക് കണക്കിന് കുറച്ച് കാശുണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ളത്. ഈ കാശ് ഉപയോഗിച്ചുകൊണ്ട് ഇതും ചെയ്യാൻ പോയി കഴിഞ്ഞാൽ യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങുന്നതേ അറിയത്തുള്ളൂ, തല പോകുന്നതെന്ന് അറിയത്തില്ല എന്ന്. ഇതുകൊണ്ടാണ് ഇവിടെ ക്ഷത്രിയന് കിട്ടിയിരിക്കുന്ന യോഗ്യതയ്ക്കനുസരിച്ച് ക്ഷത്രിയൻ പോയിക്കൊണ്ടിരിക്കെ ആ അറിവുകളൊന്നും നേടാത്തതായിട്ടുള്ള വൈശ്യൻ പെട്ടെന്ന് അതിലേക്ക് കയറി വന്നു കഴിയുമ്പോഴത്തേക്ക്, വൈശ്യൻ പ്രവർത്തി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തി, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അല്ലാതെ ജാതിയല്ല, അല്ല മതവുമല്ല പറഞ്ഞത്, അല്ല വർണ്ണവും അല്ല പറഞ്ഞത്. ആ വർണ്ണത്തിലേക്ക് കയറി വന്നു കഴിഞ്ഞാൽ അയാൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയത്തില്ല, തകർന്നു പോകും. ഇനി അതിലെ ബാല്യത്തിൽ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ അങ്ങനെ സംഭവിക്കാം. ഒരു പക്ഷേ എടുത്തു വളർത്തുന്നത് ഒരു ക്ഷത്രിയനായിട്ട് എടുത്തു വളർത്തുന്നു, ഒരു ശൂദ്രനാണ്, പിതാവും മാതാവും ഒക്കെ ശൂദ്രരായിട്ട് ഗണിച്ചുകൊണ്ടിരുന്നു. പക്ഷേ കുട്ടി ആകസ്മികമായിട്ട് ക്ഷത്രിയൻ്റെ അടുത്തേക്ക് പോകുന്നു, അല്ലെങ്കിൽ ബ്രാഹ്മണൻ്റെ അടുത്തേക്ക് പോകുന്നു. അവരെടുത്ത് വളർത്തുന്നു, ബ്രാഹ്മണ കർമ്മങ്ങളെല്ലാം പഠിപ്പിക്കുന്നു. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ബ്രാഹ്മണനായിട്ട് അല്ലെങ്കിൽ ക്ഷത്രിയനായിട്ട് സമൂഹത്തിൽ ചിലപ്പോൾ അറിഞ്ഞപ്പെട്ടു എന്ന് വരാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കഥകളില്ലാത്തത് കാരണം അവരെങ്ങനെയാണ് അറിയപ്പെട്ടതെന്ന് നമുക്ക് പിന്നീട് അറിയത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. പലതരത്തിൽ ഇതിങ്ങനെ കോമ്പിനേഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ ഇപ്പം ഭഗവാൻ പറയുന്നതാണ് സ്വകർമ്മ നിരതഃ എന്ന് പറയുമ്പോൾ അവനവൻ്റേതായിട്ടുള്ള കർമ്മം ചെയ്യുന്നവന് സിദ്ധിം യഥാവിന്ദതി തശ്രുണു. അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഭഗവാൻ പറയുന്നത് കർമ്മം എന്തുമാവട്ടെ അത് മതി സിദ്ധിക്ക് എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണൻ ബ്രാഹ്മണകർമ്മം ചെയ്യുന്നതിന് സമമാണ് ക്ഷത്രിയൻ ക്ഷത്രിയകർമ്മം ചെയ്യുന്നത്, അതിന് സമമാണ് വൈശ്യൻ വൈശ്യകർമ്മം ചെയ്യുന്നത്, അതിന് സമമാണ് ശൂദ്രൻ ശൂദ്രകർമ്മം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഇവിടെ കർമ്മം വെച്ചുകൊണ്ട് ഉത്കൃഷ്ട നികൃഷ്ട ഭാവങ്ങൾ കാണേണ്ടതില്ല. സിദ്ധിയെ സംബന്ധിച്ച്, സിദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വരപ്രാപ്തിയായിട്ടുള്ള ഈശ്വരാനുഗ്രഹ രൂപമായിട്ടുള്ള സിദ്ധിയെ സംബന്ധിച്ചിടത്തോളം ബ്രാഹ്മണനെന്നോ ക്ഷത്രിയനെന്നോ വൈശ്യനെന്നോ ശൂദ്രനെന്നോ ഉള്ള ഭേദം ഇവിടെ ഇല്ല. ഏത് വ്യക്തി ഏത് കർമ്മം ചെയ്തു കഴിഞ്ഞാലും അത് ഈശ്വരാനുഗ്രഹത്തിന് കാരണമാവുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നതിൻ്റെ സാരം. ഇപ്പോൾ ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്നത്തെ കാലത്താണ് ഈശ്വരാനുഗ്രഹം അല്ലെങ്കിൽ ഈശ്വര പൂജ എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമില്ലാത്തതായിട്ട് സമൂഹം എടുത്തു പോയത്. പക്ഷെ അന്നത്തെ കാലത്തെന്ന് പറഞ്ഞാൽ ഈശ്വരോന്മുഖമായിട്ടാണ് എല്ലാവരുടെയും ജീവിതം ഇരിക്കുന്നത്. ആ വ്യക്തിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും മുഖ്യ ഘടകം എന്ന് പറയുന്നത് ഈശ്വരനാണ്. ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ജനിക്കുന്നു, ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ വളരുന്നു, ഈശ്വരൻ്റെ അനുഗ്രഹത്താൽ ഇഹലോകവാസം വെടിയുന്നു എന്ന സങ്കല്പത്തിൽ പ്രതിഷ്ഠിതമാണ് ഓരോ വ്യക്തിയുടെയും ജീവിതം. അതുകൊണ്ട് ജീവിക്കുന്നത് ഈശ്വരനെ സേവിക്കാനാണ്. അപ്പോൾ അങ്ങനെ ഈശ്വരനെ സേവിക്കാനാണ് ആ വ്യക്തി ജീവിക്കുന്നത്. ബ്രാഹ്മണൻ വൈദികർമ്മം ചെയ്തുകൊണ്ട് ഈശ്വരനെ സേവിക്കുന്നു, ക്ഷത്രിയൻ ക്ഷാത്രകർമ്മം ചെയ്തുകൊണ്ട് ഈശ്വരനെ സേവിക്കുന്നു, വൈശ്യൻ വൈശ്യകർമ്മം കൊണ്ട് ഈശ്വരനെ സേവിക്കുന്നു, ശൂദ്രൻ ശൂദ്രകർമ്മം കൊണ്ട് ഈശ്വരനെ സേവിക്കുന്നു എന്ന രീതിയിലേക്ക് എടുത്തു കഴിയുമ്പോൾ ഓരോരുത്തരും ഈശ്വരനെ സേവിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ബ്രാഹ്മണ കർമ്മം അല്ല അവർ ചെയ്യുന്നത്, ക്ഷത്രിയ കർമ്മം അല്ല അവർ ചെയ്യുന്നത്. കാരണം കർമ്മമല്ലല്ലോ. ഈശ്വരനെ ഒരിക്കൽ സേവിച്ചു കഴിഞ്ഞാൽ ഈശ്വരനെ സേവിക്കുന്നവൻ ഭക്തനാണ്, ഭക്തൻ പ്രകടിപ്പിക്കുന്നത് ഭക്തിയാണ്. അപ്പോൾ അവിടെ ബ്രാഹ്മണനും ബ്രാഹ്മണ കർമ്മത്തിനും പ്രാധാന്യമില്ല, പകരം ഭക്തി. ക്ഷത്രിയനും ക്ഷത്രിയ കർമ്മത്തിനും പ്രാധാന്യമില്ല, പകരം ഭക്തി. ഇപ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈശ്വര അർപ്പണം എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്നു, അല്ലെങ്കിൽ ഈശ്വര സേവ എന്ന് പറയുന്നത് കോമൺ ആയിട്ട് വരുന്നു. അപ്പോൾ ഈശ്വര സേവയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ സംസിദ്ധി, ഏതൊരുവൻ ഈശ്വര സേവ ചെയ്തു കഴിഞ്ഞാലും അപ്പോൾ ഈശ്വരനെ സേവിക്കുന്നതോ സേവിക്കാതിരിക്കുകയും ചെയ്യുന്നത്, ഈ രണ്ടെണ്ണമേ ഉള്ളൂ. അതിൽ ഈശ്വരനെ സേവിക്കാതിരുന്നു കഴിഞ്ഞാൽ അതിന് ഉള്ള ഫലം വേറെയാണ്, ഈശ്വരനെ സേവിച്ചാലുള്ള ഫലം വേറെയാണ്. അതുകൊണ്ട് സ്വകർമ്മത്തിൽ നിരതനായിരിക്കുന്ന വ്യക്തി ഈശ്വരനെ ആ സ്വകർമ്മം കൊണ്ടാണ് സേവിക്കുന്നത്. അതിലൂടെ സംസിദ്ധി ലഭിക്കുമ്പോൾ കിട്ടുന്ന ഫലം എന്ന് പറയുന്നത് ഈശ്വര അനുഗ്രഹമാകുന്ന ഫലമാണ്. അതിലെ ഉത്കൃഷ്ട നികൃഷ്ടത എന്ന് പറയുന്നത് ആരോപിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മം എന്തുമാവട്ടെ ഈശ്വരാനുഗ്രഹം കിട്ടുന്നത് തുല്യമായിരിക്കും. ഇതാണ് എൻ്റെ സാരം.
അപ്പം അങ്ങനെ വന്ന് നോക്കിക്കഴിഞ്ഞാൽ ആരും ഇവിടെ ഉത്കൃഷ്ടരും നികൃഷ്ടരുമായിട്ട് ഭഗവാൻ അന്ന് പറഞ്ഞു വെച്ചിട്ടില്ല. ഇത് നമ്മൾ എന്താ മനസ്സിലാവാത്തതെന്നാണ് ഇത് അറിയാത്തത്. അതുകൊണ്ടാണ് സ്വകർമ്മ നിരതസിദ്ധിം യഥാവിന്ദതി തശ്രുണു. അപ്പോൾ ആ കാര്യത്തിൽ ഒന്നുകൂടെ ഉണ്ട്, എല്ലാവരും ഒരേമാതിരി വസ്ത്രം ധരിക്കണം, എല്ലാവരും ഒരേമാതിരി തലയിൽ തൊപ്പി വെക്കണം, എല്ലാവരും ഒരേമാതിരി പാദത്തിൽ ചെരുപ്പ് വെക്കണം, ചെരുപ്പിടണം, എല്ലാവരും ഒരേ വിധത്തിൽ കണ്ടത്തിൽ ആഭരണം അണിയണം, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് യൂണിഫോം ധരിപ്പിക്കുക. പിന്നെ അതല്ല എന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരേമാതിരി പട്ടാളം നടക്കുന്നത് പോലെ എല്ലാവരും ഒരേ സമയം മുന്നോട്ട് കൈ എടുക്കുമ്പോൾ എല്ലാവരും ഒരേപോലെ മുന്നോട്ട് കൈ എടുക്കുക, പിന്നോട്ട് കൈ പോകുമ്പോൾ എല്ലാവരും ഒരേപോലെ പിന്നോട്ട് കൈ വെക്കുക. ഈ മാതിരി ഒറ്റത്തരം സമൂഹം എന്ന് പറയുന്നത് സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് ഒരേപോലെ ചിന്തിക്കുക, എല്ലാവരും ഒരേപോലെ ചിന്തിക്കുക. എനിക്ക് തോന്നുന്നു ഇപ്പം നോർത്ത് കൊറിയയിലെ ജനങ്ങളുടെ മാതിരി എല്ലാവരും ഒരേമാതിരി തലമുടി വെട്ടണം, അതാണ് അവിടുത്തെ പ്രസിഡൻറ്റിൻ്റെ റൂള്. അതുകൊണ്ട് വേറെ സ്വാതന്ത്ര്യമൊന്നുമില്ല മറ്റേ ഈ തലമുടി മറ്റൊരു രീതിയിൽ വെട്ടാൻ, എല്ലാവരും ഒരേപോലെ തലമുടി വെട്ടുക ഇങ്ങനെ. പിന്നെ ചിലയിടത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സാണ്, ഡ്രസ്സ് കോഡ് എന്ന് പറയുന്നത്. എല്ലാവരും ഒരേപോലത്തെ ഡ്രസ്സ് ഈ കോളേജുകളിലും കോളേജുകളിൽ പോലും ഇപ്പം ഇല്ല, സ്കൂളുകളിലൊക്കെ യൂണിഫോം എന്ന് പറഞ്ഞ മാതിരി എല്ലാവരും ഒരു സൊസൈറ്റി മുഴുവൻ ഒരേമാതിരി വസ്ത്രമേ ധരിക്കാവൂ. അപ്പോൾ ഈ മാതിരിയുള്ളത് ഭഗവാന് അന്നേ താല്പര്യമില്ലായിരുന്നു. അങ്ങനത്തെ അതല്ല അതിനകത്തെ സമൂഹത്തിൻ്റെ ആ ഒരു വികസിച്ച രൂപമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാം ആയിട്ടിരിക്കട്ടെ, അല്ലാതെ എല്ലാവരും ഒരൊറ്റ ശാസനത്തിൻ്റെ പേരിൽ ഒരേമാതിരിയുള്ള ആൾക്കാരുടെ ആവശ്യമില്ല. ബ്രാഹ്മണരെന്നും ക്ഷത്രിയരെന്നും വൈശ്യരെന്നും ഭേദം ഒക്കെ ആണെങ്കിൽ അന്നത്തെ ആ ഒരു ദൃഷ്ടിയിൽ അത് വളരെ മനോഹരമായിട്ട് തന്നെ പോയിക്കൊണ്ടിരുന്ന ഒന്നാണെന്ന് നമുക്ക് ഇതിനകത്തുനിന്ന് തന്നെ മനസ്സിലാക്കാം. എന്നിട്ട് ഭഗവാൻ ആ കാര്യത്തെക്കുറിച്ച് കുറച്ചുകൂടെ വിശദമായിട്ട് പറയുകയാണ്. അതായത് ഇതിനകത്ത് ഈ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്ര കർമ്മങ്ങളിൽ ഉത്കൃഷ്ടത നികൃഷ്ടതകൾ ഇല്ലാത്തത് കൊണ്ട്, അതിൽ ഉത്കൃഷ്ടത നികൃഷ്ടത ഇല്ല എന്നുണ്ടെങ്കിൽ ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യ ശൂദ്രരിലും നികൃഷ്ടത ഇല്ല. പിന്നെ സമൂഹത്തിൽ ഇപ്പം ഏതെങ്കിലും തരത്തിലുള്ള ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രീതിയിൽ പല രീതിയിലത് അവരുടെ ആദരവുകൾ പ്രകടമാക്കുന്നു, സ്വാതന്ത്ര്യങ്ങൾ പ്രകടമാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു കുടുംബത്തിലുള്ള ആൾക്കാർ ഓരോ തരത്തിലും ഓരോ സ്ഥാനം ഒക്യുപ്പൈ ചെയ്യുന്ന പോലെയുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ചിലർക്കാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തുല്യ സ്ഥാനം തന്നെയാണ്. പക്ഷേ അവിടെ ചില നീക്കുപോക്കുകളൊക്കെ നമുക്ക് കാണാം. എല്ലാവർക്കും തുല്യസ്ഥാനം എന്ന് പറയുമ്പോഴും പലർക്കും പല രീതിയിലാണ് പലതും ഓരോ വീടുകളിൽ ഉള്ളത്. അതായത് ഒരു അച്ഛനിരിക്കുന്ന കസേരയിൽ എപ്പോഴും അച്ഛൻ തന്നെ ഇരിക്കത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് കണ്ടുവരുന്നത്. ഇങ്ങനെ ഡൈനിങ് ടേബിളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അച്ഛനായിട്ട് റിസർവ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അത് കുറച്ചുനാൾ കഴിയുമ്പോൾ അതങ്ങനെ ആയിപ്പോവുകയാണ് ചെയ്യുന്നത്. അത് മാറാറൊന്നുമില്ല, അതങ്ങനെ തന്നെ. ഇനിയിപ്പം വേറൊരു ഒരു വിശിഷ്ട അതിഥി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അച്ഛനിരിക്കുന്ന കസേരയിൽ ആ വ്യക്തിയെ കൊണ്ടിരുത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും, അപ്പോഴത്തേക്ക് മാത്രം. ആ വ്യക്തി ഇനി കുറച്ച് ദിവസം അടുപ്പിച്ച് അവിടെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യക്തിക്ക് മനസ്സിലാവും ഇവിടെയല്ല ഞാനിരിക്കേണ്ടത്, അതിന് പകരം മറ്റേ മുമ്പിരുന്ന ആൾക്ക് തന്നെ ആ സ്ഥാനത്തിലേക്ക് മാറും. ഇതിനൊക്കെയുള്ള പല രീതിയിലുള്ള നമുക്ക് കാണാം. ഇതേമാതിരിയുള്ള സ്ഥാനകൽപ്പനകളിൽ ആയിരുന്നു പണ്ട് ഈ ക്ഷത്രിയ വൈശ്യ ബ്രാഹ്മണൻ എന്നൊക്കെയുള്ള രീതിയിൽ ഉള്ള ആൾക്കാർക്കും കൊടുത്തുകൊണ്ടിരുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുവഴി ഒരു സമുദായത്തിലുള്ള ഒരു വിഘടനം അഥവാ ചേരിതരമല്ല അവിടെ ഉണ്ടായിരുന്നത്, അതൊരു ഇൻറ്റിഗ്രേഷന് വേണ്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലാതെ അത് സെഗ്രിഗേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ സെപ്പറേഷന് വേണ്ടിയിട്ടുള്ളത് ആയിരുന്നില്ല. വേർതിരിച്ച് അന്യവത്കരിച്ച് സമൂഹത്തെ ഛിന്നഭിന്നമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒന്നായിരുന്നില്ല. പകരം വേർതിരിയപ്പെട്ടതായിട്ട് കാണപ്പെടുന്ന സകലതിനെയും കൂട്ടിയോജിപ്പിച്ച് ഒന്നാക്കിയെടുക്കുവാൻ വേണ്ടിയിട്ടുള്ളതായിരുന്നു ചാതുർവർണ്ണ്യം എന്ന് നമുക്കിതിനകത്തൂടെ മനസ്സിലാക്കാം. അതുകൊണ്ട് ആ ഒരു ഭാഗം കുറച്ചുകൂടെ ഒന്ന് ഭഗവാൻ വിശദീകരിക്കാൻ തന്നെ തീരുമാനിച്ചു. യതഃ പ്രവൃത്തിർഭൂതാനാം യേന സർവമിദം തതം സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ. വളരെ പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകമാണിത്. യതഃ പ്രവൃത്തിർഭൂതാനാം, യതഃ യസ്മാത്, പ്രവൃത്തിഃ ഉത്പത്തിഃ ചേഷ്ട, ഭൂതാനാം ഏതൊന്നിനാൽ ജീവികളുടെ പ്രവൃത്തി സാധ്യമാകുന്നുവോ,
ഇവിടെ പ്രവൃത്തി എന്ന് പറയുന്നത് ഉത്പത്തി. അപ്പോൾ ഏതൊന്നിനാൽ ജീവികളുടെ ഉത്പത്തി സാധ്യമാകുന്നുവോ. ഏന സർവം ഇതം തതം, ഏന യാതൊന്നിനാൽ ഇതം സർവം ഈ ഉത്പന്നമായിട്ടുള്ളതെല്ലാം, സർവം തതം, തതം സമം വ്യാപ്തം, ഈ ഉത്പന്നമായിട്ടുള്ളതെല്ലാം വ്യാപിച്ചിരിക്കുന്നു. അപ്പോൾ ഏതൊന്നിൽ നിന്ന് ഈ ഭൂതജാലങ്ങൾ ഉണ്ടായോ, ഏതൊന്നിനാൽ ഭൂതജാലങ്ങൾ മുഴുവൻ വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ. യഥ പ്രവൃത്തിർഭൂതാനാം യേന സർവം ഇതം തതം സ്വകർമ്മണാ തം അഭ്യർച്ച്യ, തം ഈശ്വരം, ആ ഈശ്വരനെ സ്വകർമ്മണ അവനവൻ്റേതായിട്ടുള്ള കർമ്മത്താൽ അഭ്യർച്ച്യ അർച്ചിച്ചിട്ട് സേവിച്ചിട്ട് പൂജിച്ചിട്ട് സിദ്ധിം വിന്ദതി മാനവഃ. ഇവിടെയും ഭഗവാൻ എടുത്തു പറഞ്ഞ വാക്ക് മാനവഃ എന്ന്. മാനവഃ എന്ന് പറയുമ്പോൾ അവിടെ മനുവിൻ്റെ അപത്യം പുമാൻ മാനവഃ എന്നാണ്. അതായത് ഈ മനുവിൻ്റെ പുത്രരായിട്ടുള്ള ആൾക്കാരെയാണ് മാനവർ എന്ന് പറയുന്നത്. മനുവിൻ്റെ പുത്രൻ എന്ന് പറയുന്നത് കുറച്ച് ആൾക്കാർ മാത്രമല്ല എന്ന് പറഞ്ഞ് ഭൂമിയിലുള്ള സകല മനുഷ്യരെന്ന വാക്ക് പറയുമ്പോൾ മനുവിൻ്റെ പുത്രൻ എന്ന അർത്ഥത്തിലാണ് മനുഷ്യർ പറയുന്നത്. ഇപ്പോഴും മനുവിനെ ചീത്ത വിളിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അവർ സ്വയം അവരെ തന്നെ മനുഷ്യരെന്നാണ് പറയുന്നത്. മനുഷ്യരെന്ന് പറഞ്ഞാൽ മനുവിൻ്റെ ഇതാണ് മനുവിൻ്റെ അപത്യം എന്നുള്ള വിഭാഗം എന്നാണ്. മനുഷ്യർ, മാനവർ, ഈ പറഞ്ഞ വാക്കുകൾ ഉള്ളിടത്തോളം കാലം അവരെല്ലാവരും മനുവിൻ്റെ സന്തതികളാണെന്നത് സമൂഹത്തിൽ സ്ഥിരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം മനുവിൻ്റേതല്ലാത്ത വേറെ ആൾക്കാരുടെ പേരിൽ പറഞ്ഞുകൊണ്ടുള്ള പേരുണ്ടാക്കിയെടുക്കണം. മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇതൊന്നും ഒന്ന് ആലോചിച്ച് നോക്കിക്കും. മനുഷ്യരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുവിൻ്റെ ആൾക്കാരെന്ന് അർത്ഥമായി. പിന്നെ ഇതിനകത്തുനിന്ന് എങ്ങനെയാണ് ചിലർ നിങ്ങൾ മനുവാദികൾ, നിങ്ങൾ മനുഷ്യൻ, നിങ്ങളൊരു എന്താണ് ഈ സമൂഹത്തിന് വിഘടനം ഉണ്ടാക്കി വെച്ച മനുവിൻ്റെ ആൾക്കാർ, ഞങ്ങൾ വേറെ ആൾക്കാർ, ഞങ്ങൾ നല്ല മനുഷ്യർ, നിങ്ങൾ ചീത്ത മനുഷ്യർ, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും വേദനിക്കാൻ പറ്റത്തില്ല. മനു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരായി, എല്ലാം മനുഷ്യരും മാനവരും മനുഷ്യരും, പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ വാക്കുകളുണ്ടെങ്കിൽ കൂട്ടിയാലും ചേർക്കാം. അപ്പോൾ ഇതല്ലെങ്കിൽ പിന്നെ ഇനിയും ഒരു ഓർഡർ കൊണ്ടുവരണം. ഈ വാക്കുകൾ ഇനി മേലിൽ പ്രയോഗിക്കാൻ പാടില്ല, എന്താണ് നിരോധിച്ചിരിക്കുന്നു. പറഞ്ഞ നരന്മാരെന്നറിയപ്പെടുന്നവരെ മനുഷ്യരെന്നും മാനവരെന്നും മനുജരെന്നും ഒക്കെയുള്ള പേരിൽ അറിയപ്പെടുന്നത് നിരോധിച്ചിരിക്കുന്നു. എന്താ മനു എന്നുള്ള പേരുള്ളത് നടക്കുന്ന കാര്യമാണോ? അപ്പം അതുകൊണ്ട് സിദ്ധിയെ മനുഷ്യരെങ്ങനെയാണ് പ്രാപിക്കുന്നതെന്ന് സ്വകർമ്മണാതമഭ്യർച്ച്യ, സ്വകർമ്മം കൊണ്ട് ഈശ്വരം, തമ്മെന്ന് പറഞ്ഞിരിക്കുന്ന ഈശ്വരനാണ്, തമഭ്യർച്ച്യ സ്വകർമ്മം കൊണ്ട്. സ്വകർമ്മം എന്ന് പറയുമ്പോൾ അത് അവരെ അറിയപ്പെടുന്നത് ഏത് തരത്തിലായാലും, അതായത് ഇത് ക്ലാസിഫിക്കേഷനാണ് നടന്നിട്ടുള്ളത്. ചതുർവർണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷനാണ് നടന്നിട്ടുള്ളത്. അപ്പോൾ ഇതിനകത്ത് അവരെ ഏത് ക്ലാസ്സിൽപ്പെടുത്തിയാലും ആ 4 ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നൊരു ജോലി സ്ഥലത്തുള്ളതും ഈ 4 ക്ലാസ് തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് കാണാം ഈ 4 വിഭാഗം ആൾക്കാർ ഏതൊരു ഓഫീസിൽ പോയി കഴിഞ്ഞാലും കാണാമെന്നാണ് കേട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇപ്പോഴും എല്ലായിടത്തും കറങ്ങി നടക്കുന്ന ഒന്നാണ് ഈ ചതുർവർണ്ണം എന്ന് പറഞ്ഞിട്ടുള്ളത്. ആരെയും നമുക്ക് കുറ്റപ്പെടുത്താനൊന്നും പറ്റത്തൊന്നുമില്ല. അപ്പോൾ ഇന്നാണെങ്കിൽ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അത് ശാസ്ത്രജ്ഞന്മാർ, അധ്യാപകർ, ഇതൊക്കെയുണ്ട്. വൈദികരും വൈദികർമ്മങ്ങളും ഒക്കെ കുറച്ച് വളരെയധികം ലോപിച്ചു പോയി എന്ന് പറയാം. പക്ഷേ ശാസ്ത്രജ്ഞന്മാരും ഈ അധ്യാപകരും, പണ്ടത്തെ അധ്യാപകർ മുഴുവൻ ബ്രാഹ്മണരായിരുന്നു. അതുകൊണ്ട് ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്യാപകർ മുഴുവൻ ബ്രാഹ്മണ കർമ്മം ചെയ്യുന്നവരാണെന്നേ ഉള്ളൂ. ഏത് ശാസ്ത്രം പഠിപ്പിക്കുന്നു എന്നുള്ളതല്ല, ബ്രാഹ്മണർക്ക് ആണ്. അതിനുള്ളിൽ പിന്നെ വേറൊരു കാര്യം കൂടെ, അതായത് ആസുരകർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന അസുരനായിട്ട് അറിയപ്പെടുന്നെങ്കിലും ബ്രാഹ്മണൻ തന്നെയാണ്. അത് പണ്ടുകാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് ബ്രാഹ്മണൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ഉത്കൃഷ്ടൻ, ശ്രേഷ്ഠൻ എന്നുള്ള രീതിയിൽ മാത്രം എടുക്കരുത്. ബ്രാഹ്മണനാണ് രാവണനെ ബ്രാഹ്മണൻ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ വേദം അറിയാവുന്ന ബ്രാഹ്മണനും വേദപാരായണം ചെയ്യുന്ന സാമവേദജ്ഞനാണ് രാവണൻ എന്നുള്ളത്. സാമവേദത്തിൻ്റെ പ്രഗത്ഭനാണ്
രാവണൻ. അതുകൊണ്ട് രാവണൻ്റെ ഗീതം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പരമേശ്വരനെ പ്രീതിപ്പെടുത്താൻ യോഗ്യതയുള്ള സാമവേദജ്ഞനാണ് ബ്രാഹ്മണൻ, സാമവേദജ്ഞനായിട്ടുള്ള ബ്രാഹ്മണനാണ് രാവണൻ. അതുകൊണ്ട് രാക്ഷസകർമ്മം ഒരുവൻ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് ബ്രാഹ്മണനാണെങ്കിൽ ചെയ്യത്തില്ല എന്ന് പറയാൻ പറ്റത്തില്ല, ചെയ്യാം എന്ന്. പക്ഷെ അങ്ങനെ ചെയ്തു എന്നുള്ളത് കൊണ്ട് ബ്രാഹ്മണൻ അല്ലാതായിട്ടും മാറുന്നില്ല. ഇതെങ്ങനെയാണ് നമുക്കൊരു കോമ്പിനേഷൻ ഇവിടെ നമുക്ക് ദുഷ്കരമായിട്ടുള്ള കോമ്പിനേഷനാണ്. ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം, സ്വകർമ്മ നിരതനായോ രാവണൻ. രാക്ഷസകർമ്മം ചെയ്യുന്നതാണോ രാവണൻ വേണ്ടിയിരുന്നത്, അതോ ബ്രാഹ്മണകർമ്മം ചെയ്യേണ്ടതായിരുന്നോ വേണ്ടിയിരുന്നത്? രാവണൻ ബ്രാഹ്മണനാകിയാൽ ബ്രാഹ്മണകർമ്മമാണ് ചെയ്തിരുന്നതെന്നുണ്ടെങ്കിൽ ഉത്കൃഷ്ടനായിട്ട് ശ്രേഷ്ഠനായിട്ട് ലോകത്തിൽ ആരാധ്യനായിട്ട് മാറിയേനെ. പകരം രാക്ഷസകർമ്മം ചെയ്യാൻ പോയി. അങ്ങനെ പോയി കഴിയുമ്പോൾ അവിടെ ഈശ്വരവിരോധമായിട്ട്, ഈശ്വരവിരോധം എന്ന് പറഞ്ഞാൽ സമൂഹത്തിന് വിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾക്ക് വിരോധം മാത്രമല്ല അവനവനും വിരോധം. അല്ലാതെ ഈശ്വര വിരോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും അമ്പലം തകർക്കാൻ പോകുന്നു, അല്ലെങ്കിൽ വിഗ്രഹം തച്ചുടയ്ക്കാൻ പോകുന്നതിനെ അല്ല ഈശ്വര വിരോധം എന്ന് പറയുന്നത്. അവനവന് ദ്രോഹം ചെയ്യുന്നത്, സമൂഹത്തിന് ദ്രോഹം ചെയ്യുന്നത്, ജീവജാലങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്നത്, ഇതെല്ലാം ഈശ്വര വിരോധം തന്നെയാണ്. അതായത് ദേവന്മാർക്ക് ദ്രോഹം ചെയ്യുന്നത്, ദേവന്മാരെന്ന് പറയുന്ന പ്രകൃതി ശക്തികളുടെ പ്രത്യേക സമഷ്ടി രൂപങ്ങളാണ്. അതായത് ആകാശദേവത, വായുദേവത, ജലദേവത, പിന്നെ ആദിത്യദേവത, ചന്ദ്രദേവത, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഈ തരത്തിലൊക്കെയാണ്. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലും ആർക്കെങ്കിലുമൊക്കെ ദ്രോഹം ചെയ്യൽ, പിന്നെ ജനങ്ങൾക്ക് ദ്രോഹം, ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് പിന്നെ ഭൂതജാലങ്ങൾക്ക് ദ്രോഹം ചെയ്യൽ, സസ്യങ്ങൾക്ക് ദ്രോഹം ചെയ്യൽ, ഇവിടെ ഇതൊക്കെ പറയുമ്പോൾ എല്ലാം ഈശ്വര വിരോധമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം ഈശ്വരൻ മുമ്പത്തെ പറഞ്ഞല്ലോ, യതഃപ്രവൃത്തിർഭൂതാനാം യേന സർവമിതം തതം എന്ന്. അപ്പോൾ ആ ഒറ്റ വാക്യത്തിൽ തന്നെയുണ്ട് ഈശ്വരൻ ഇവിടെ സ്ഥിതി ചെയ്യുന്നുണ്ട്. അപ്പോൾ യതഃപ്രവൃത്തിർഭൂതാനാം, ഭൂതാനാം പ്രവൃത്തി യതഃ സംഭവതി എന്നുള്ള ഈ ഭൂതങ്ങളുടെ പ്രവൃത്തി ഉദ്ഭവം എന്നുള്ള ഭൂതങ്ങളുടെ ഉദ്ഭവം എവിടെ നിന്നാണ് സംഭവിച്ചത്? എവിടെ നിന്നാണ്? യതഃ യസ്മാത് കാരണാത് ഈശ്വരാദേവ എന്നുള്ളതാണ്. അല്ലെങ്കിൽ ബ്രഹ്മണഃ എന്ന് പറയാം. ബ്രഹ്മത്തിൽ നിന്നാണ് ഈ ജീവജാലങ്ങൾ ഉണ്ടായത്. ഏന സർവമിതം തതം, രണ്ടാമത്തെ വരിതല്ലേ, ഏന സർവമിതം തതം, ഏന ഈശ്വരേണ ഏന കാരണേന ഇതം സർവം തതം വ്യാപ്തം, ഏന ഈശ്വരേണ ഏവ സർവം ഇതം വ്യാപ്തം എന്ന് പറയുമ്പോൾ ഏതിൽ നിന്നാണോ ഈ ജീവജാലങ്ങൾ ഉണ്ടായത് അതിനാൽ തന്നെയാണ് ജീവജാലങ്ങൾ നിറയപ്പെട്ടിരിക്കുന്നത്. ഇത് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ബ്രഹ്മത്തിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്, ബ്രഹ്മമാണ് പ്രപഞ്ചമായത്. അതിനാൽ പ്രപഞ്ചത്തിൽ നിറയപ്പെട്ടിരിക്കുന്നത് ബ്രഹ്മമാണ് നിറയപ്പെട്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ബ്രഹ്മം എന്നുള്ള പേര് മാറ്റിയിട്ട് നമുക്ക് ഈശ്വരൻ എന്നുള്ള പേര് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരനിൽ നിന്നാണ് ഈ പ്രപഞ്ചം ഉണ്ടായത്. പ്രപഞ്ചമായത് ഈശ്വരനാണ്. അതിനാൽ പ്രപഞ്ചത്തിൽ നിറയപ്പെട്ടത് ഈശ്വരനാണ്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അത് ഒരു പേരാണ്, അതായത് ഒരു നാമമാണ്. പ്രപഞ്ചം എന്ന് പറയുന്നത് ഒരു ആകാരമാണ്, അഥവാ ഒരു രൂപമാണ്. സത്യം ഈശ്വരൻ മാത്രം. സത്തായിട്ട് നിൽക്കുന്നത്, ഉണ്മയായിട്ട് നിൽക്കുന്നത് ഈശ്വരനാണ്. നാമത്താലും രൂപത്താലും പരിമിതപ്പെടുത്തുവാൻ സാധിക്കാത്ത ഈശ്വരനെ നാമത്താലും രൂപത്താലും പരിമിതപ്പെടുത്തിയപ്പോൾ അതിനെ പ്രപഞ്ചം എന്ന് പറഞ്ഞിരിക്കും. അത്രയേ ഉള്ളൂ. അപരിമിതം ഈശ്വരൻ, പരിമിതം പ്രപഞ്ചം. അവിടെയാണ് ഈശ്വരൻ്റെ രൂപം എന്ന് പറഞ്ഞാൽ ഈ രൂപം പ്രപഞ്ചം തന്നെയാണ് രൂപം. അപ്പം പ്രപഞ്ചം ഈശ്വരൻ്റെ രൂപമാണ്. പ്രപഞ്ചത്തിലുള്ള ഓരോന്നും ഈശ്വരൻ്റെ രൂപമാണ്. രണ്ടാമത്തേത് കാരണം ഇവിടെ യതഃപ്രവൃത്തിർ ഭൂതാനാം, ബഹുവചനം പറഞ്ഞിരിക്കുകയാണ്. ഭൂതങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ ഭൂതവും അതിനാൽ ഈശ്വരനാണ്. പിന്നെ എങ്ങനെയാണ് ഒരു ഈശ്വരൻ പലതായിട്ട് കണ്ടത്? അതാണ് മായയാ ലീലായേവ എന്ന് പറഞ്ഞ് ഇന്ദ്രവും മായാഭിഹി പുരുരൂപയ്യത്തെ എന്നുള്ള രീതിയിൽ പറയാനുള്ള പ്രയോഗങ്ങളുണ്ടല്ലോ, മായയാൽ എന്നുള്ളത്. അപ്പോൾ ആ മായയാൽ അവിടെ സ്വമായാം അവലംബ്യ എന്നൊക്കെയുള്ള പ്രയോഗങ്ങളുണ്ട്. ഈ മായയാൽ അതാണ് ഈ മായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ കാര്യമല്ല. അതുകൊണ്ട് ഈശ്വരൻ ഒന്നാണെന്നുണ്ടെങ്കിലും ഒരേ ഈശ്വരൻ തന്നെ
ഈ സർവഭൂതങ്ങളായിട്ടും പ്രകടമായി കഴിയുമ്പോൾ ഏത് മുന്നിലിരുന്ന് കഴിഞ്ഞാലും അത് ഈശ്വരനാണ്. അപ്പോൾ ഈ ഏന സർവം ഇതം തതം എന്ന് പറയുമ്പോൾ ഏതൊന്നിനാലാണോ ഈ ഭൂതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജനിച്ചിരിക്കുന്നത്, അല്ലാതെ ഈ ജീവി, ചുരുക്കത്തിൽ ഇങ്ങനെ പറയാം, ഈ ജീവി ഏതിനാലാണോ സർവം തതം, ഏതിനാലാണോ വ്യാപിക്കപ്പെട്ടിരിക്കുന്നത്, അപ്പോൾ ഏതിനാലാണോ വ്യാപിക്കപ്പെട്ടത് അതാണ് ചേതന. അപ്പോൾ ഈ ജീവി ഏത് ചേതനയാൽ വ്യാപിക്കപ്പെട്ടിരിക്കുന്നു ആ ചേതന ഈശ്വരനാണ്. ആ വ്യാപിക്കപ്പെട്ടിരിക്കുന്ന ചേതനയാണ് ഇവൻ്റെ ഹൃദയമായിട്ട് നിൽക്കുന്നത്, അതുകൊണ്ട് ഈ ഹൃദയത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് ഈശ്വര സർവഭൂതാനം ഹൃദ്ദേശേ അർജുന തിഷ്ഠതി. ഇതുമായിട്ട് കൂട്ടി യോജിപ്പിച്ച് നോക്കണം. അങ്ങനെ നോക്കുമ്പോൾ ആ ചേതനയാണ് ഇവൻ്റെ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നത്, ആ ചേതനയാണ് ഇവൻ്റെ രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നത്, ഇവൻ്റെ നാമത്തിൽ സ്ഥിതി ചെയ്യുന്നത്, ഇവനായി സ്ഥിതി ചെയ്യുന്നത്. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പം അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ യതഃ പ്രവൃത്തിർഭൂതാനാം. അപ്പം നമുക്ക് ഈ പ്രവൃത്തി എന്ന് പറയുമ്പോൾ കർമ്മം എന്നുള്ള അർത്ഥം എടുക്കരുത്, പകരം സൃഷ്ടി എന്നുള്ള എടുക്കണം. അപ്പോൾ ഈ ഭൂതജാലങ്ങളുടെ ഉത്പത്തി എന്നുള്ള അർത്ഥം എടുക്കണം. പ്രവൃത്തി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ അർത്ഥം ഉത്പത്തി. അപ്പം ഈ ജീവജാലങ്ങളുടെ ഉത്പത്തി ഏതിൽ നിന്നുണ്ടായോ, ഏതിനാൽ ജീവജാലങ്ങൾ വ്യാപിക്കപ്പെട്ടിരിക്കുന്നുവോ, ഏന സർവം ഇതം തതം സ്വകർമ്മണ തമഭ്യർച്ച്യ എന്ന് പറയുമ്പോൾ അടുത്തത് അതിനാൽ ഞാൻ ഉണ്ടായത് എന്തിൽ നിന്നാണ്, എന്നിൽ മുഴുവൻ വ്യാപ്തമായിരിക്കുന്നത് എന്താണ് എന്ന് നോക്കിക്കഴിയുമ്പോൾ ഞാൻ ഉണ്ടായിരിക്കുന്നത് ഈശ്വരനിൽ നിന്നാണ്, എന്നിൽ മുഴുവൻ വ്യാപ്തമായിരിക്കുന്നത് ഈശ്വരനാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനെന്ത് ചെയ്താലും ആർക്കു വേണ്ടി ചെയ്യുന്നു? എന്നിൽ മുഴുവൻ വ്യാപ്തമായിരിക്കുന്നവനാണ് ഞാനെന്ത് ചെയ്താലും ഫലം കിട്ടുന്നത്, അല്ലാതെ മറ്റൊരാൾക്ക് ഫലം കിട്ടത്തില്ലല്ലോ. അപ്പം ഞാനെന്ത് ചെയ്താലും ഫലം എന്നിൽ ഞാനായിട്ടിരിക്കുന്നവന് കിട്ടുന്നു. എന്നിൽ ഞാനായിട്ടിരിക്കുക എന്ന് പറയുന്നതെല്ലാം പ്രയോഗം മാത്രമാണ്. എന്നിൽ ഞാനായിട്ടിരിക്കുക എന്ന് പറയുന്നത് ഈശ്വരൻ, വ്യാപ്തം എന്നുള്ള വാക്കുള്ളതുകൊണ്ട്. അപ്പോൾ എന്നിലിരിക്കുന്ന ഈശ്വരനാണ് ഞാനെന്ത് ചെയ്താലും ഫലം കിട്ടുന്നത്. ചുരുക്കത്തിൽ ഞാൻ എന്ത് കർമ്മം ചെയ്താലും എനിക്ക് ഫലം കിട്ടുന്നു. ഞാനായിട്ടിരിക്കുന്നത് ഈശ്വരനാണ്. കാരണം ഈശ്വരൻ ഈ പറഞ്ഞിരിക്കുന്ന വാക്യമനുസരിച്ച് ഏന സർവം ഇതം തതം എന്നുള്ള വാക്യമനുസരിച്ച്, അതല്ലെങ്കിൽ ഹൃദ്ദേശേ അർജുന തിഷ്ഠതി എന്നുള്ള വാക്യമനുസരിച്ച്, ഏത് വാക്യം എടുത്തു നോക്കിക്കഴിഞ്ഞാലും ഈശ്വരനാണ് എന്നിൽ ചേതനയായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്താലും അതിൻ്റെ ഫലം ഈശ്വരനിലേക്കാണ് പോകുന്നത്. എന്നിലേക്ക് വരുന്ന ഫലം സമം ഈശ്വരനിലേക്ക് പോകും. അപ്പം ചുരുക്കത്തിൽ ഞാൻ അനുഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഞാനായിട്ട് ഈശ്വരൻ അനുഭവിക്കുന്നു. അങ്ങനെയാണ്. അപ്പം ഞാൻ ദുഃഖം അനുഭവിച്ചാലോ, ഞാൻ ദുഃഖം അനുഭവിച്ചു കഴിഞ്ഞാൽ ഞാനായിട്ട് ഈശ്വരനെ ദുഃഖം അനുഭവിപ്പിക്കുന്നു എന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ എത്ര ഒരു കാലത്ത് ഒരു തരത്തിലും ദുഃഖവുമായിട്ട് യാതൊരുവിധ ബന്ധവും ഇല്ലാത്ത ഈശ്വരനെ ദുഃഖിപ്പിക്കാൻ തക്ക സാമർത്ഥ്യം കയ്യിൽ ഉള്ള രീതിയിലാണ് ഈ ഓരോ അവതാരങ്ങൾ നമ്മളെ ഓരോ തരത്തിൽ അവതരിച്ചു വെച്ചിരിക്കുന്നത്. നമ്മളെ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ തന്നെ കാണേണ്ടത്. അപ്പോൾ ഇങ്ങനെ കണ്ടു കഴിയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും എന്നുള്ളത്. ഈശ്വരന് കരയാനൊരു നിവൃത്തിയില്ല. അപ്പം ഈശ്വരൻ നമ്മളായിട്ടങ്ങ് മാറി. എന്നിട്ട് നമ്മൾ കരയുന്നതിലൂടെ സ്വകർമ്മണ തമഭ്യർച്ച്യ. അപ്പം അതിലൊരു അർച്ചന വന്നു. ആ അർച്ചനയിലൂടെ സിദ്ധിം വിന്ദതി മാനവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തരത്തിൽ ഈശ്വരനെ നമ്മൾ പീഡിപ്പിക്കുന്നു. അപ്പോൾ അത് ചെയ്യരുത് എന്നുള്ളത് കൊണ്ടാണ് സ്വകർമ്മണ തമഭ്യർച്ച്യ എന്ന് പറഞ്ഞത്. അപ്പോൾ സ്വകർമ്മം എന്നവിടെ പറയുമ്പോൾ നമ്മളൊരു വ്യവസ്ഥ പാലിക്കുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ സ്വകർമ്മം എന്ന് പറയുന്നത് വ്യവസ്ഥയ്ക്കനുസരിച്ചിട്ട് ജീവിത ശൈലിയെ സ്വീകരിക്കുന്നതിനെയാണ് സ്വകർമ്മം എന്ന് പറയുന്നത്. അപ്പോൾ അതിലൂടെ ഒരാൾ അവർ കാമത്താൽ പ്രേരിതമായിട്ടോ ക്രോധത്താൽ പ്രേരിതമായിട്ടോ, അല്ലെങ്കിൽ ഈ പറഞ്ഞ കാമം, ക്രോധം, ലോഭം, മോഹം എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ള രീതി എന്തിനാലെങ്കിലും പ്രേരിതമായിട്ട്, അതല്ല എന്നുണ്ടെങ്കിൽ അറിവില്ലാത്തവനായിട്ട്, അതിന് തെറ്റിദ്ധരിക്കപ്പെട്ടവനായിട്ട് ഒന്നും പ്രവർത്തിച്ചിട്ട് അവനും സമൂഹം എന്ന് പറഞ്ഞാൽ അവൻ്റെ മാതാപിതാക്കൾ ഉൾപ്പെടെയുള്ള മറ്റുള്ള ആൾക്കാരാണല്ലോ സമൂഹം, അവർക്ക് പീഡനം ഉണ്ടാക്കുന്ന വിധത്തിൽ അവൻ പ്രവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവന് സ്വകർമ്മത്തിൽ നിൽക്കാൻ പറയുന്നത്. അതിലൂടെ സിദ്ധി നേടുന്നു എന്ന് പറയുമ്പോൾ അവന് ഈശ്വരാനുഗ്രഹം കിട്ടുന്നതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ടതില്ല.
അതിനകത്ത് അവൻ മറ്റുള്ളവരുടെ കർമ്മം എൻ്റെ കർമ്മം എന്നുള്ള രീതിയിൽ കമ്പയർ ചെയ്തുകൊണ്ട് അത് ഉത്കൃഷ്ടവും ഇത് നികൃഷ്ടമെന്നോ അല്ലെങ്കിൽ ഇത് ഉത്കൃഷ്ടം അത് നികൃഷ്ടം എന്നുള്ള രീതിയിൽ അവനവനെ തന്നെ ചെറുതായി കാണേണ്ടതോ അല്ലെങ്കിൽ മറ്റൊരുവനെ വലുതായി കാണേണ്ടതോ അല്ലെങ്കിൽ അവനവനെ തന്നെ വലുതായി കാണേണ്ടതോ മറ്റൊരുവനെ ചെറുതായി കാണേണ്ടതോ ഈ മാതിരിയുള്ള രീതിയിൽ സമൂഹത്തിൻ്റെ ഈ വൈകൃതങ്ങൾ പ്രകടമാക്കേണ്ട ഒരു കാരണവും ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇതാണ് ഭഗവാൻ അന്ന് പറഞ്ഞത്. ഇതിനുള്ളിൽ ചാതുവർണ്ണ്യം മാത്രം എടുത്ത് ബാക്കി മുഴുവനെല്ലാം വലിച്ചൊരു ഏറു കൊടുത്ത ഒരു സൊസൈറ്റി ആയിപ്പോയി. എന്ത് ചെയ്യാൻ? അതിൻ്റെ ദുരിതമാണ് നമ്മൾ ഒരുപാട് കാലം സമൂഹത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സമൂഹം അങ്ങനെയാണ്, അല്ലാതെ നമുക്ക് ഭഗവാന് ഉണ്ടായിരുന്ന കാലത്ത് തന്നെ ഭഗവാൻ എന്തുമാത്രം, അതായത് ശ്രീകൃഷ്ണൻ്റെ അവതാര സമയത്ത് തന്നെ ഭഗവാനെ എന്തുമാത്രം നേരിട്ട് തന്നെ ആൾക്കാരെ പീഡിപ്പിക്കാൻ നോക്കി എന്നുള്ളതാണ്. അപ്പോൾ അത് വെച്ച് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കുഴപ്പമില്ല, എങ്ങനെയെങ്കിലുമൊക്കെ മനുഷ്യനങ്ങ് ജീവിച്ചു നോക്കോളൂ എന്നുള്ളത് നമുക്ക് ഇതിനകത്തുനിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരിട്ട് ഭഗവാനെ തന്നെ ഇത്രയേറെ ഉപദ്രവം കൊടുത്തിട്ട് അവർക്കൊന്നും പറ്റിയില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ ഭഗവാനെ എന്തുമാത്രം ചോരം എന്നുള്ള രീതിയിലാണ്, വെറും ചോരനല്ല, എന്തുമാത്രം കള്ളാന്നുള്ള വിളിയാണ് ആ ഭഗവാനെ ആൾക്കാർ ചെയ്തു. എന്നിട്ടും എന്താ, കള്ളാന്ന് വിളിച്ചു കഴിഞ്ഞാൽ ചിലർ കൗതുകം കൊണ്ട് വിളിക്കുന്നു, ചിലർ സ്നേഹം കൊണ്ട് വിളിക്കുന്നു, ചിലർ ശരിക്കുള്ള വിദ്വേഷം കൊണ്ട് വിളിക്കുന്നു, ചിലർ അറിയാതെ വിളിക്കുന്നു. ഇങ്ങനെ പല രീതിയിലാണ്. സെമന്തകം മോഷ്ടിച്ചതും കൃഷ്ണനാണെന്ന് പറഞ്ഞ് പിടിപ്പിക്കുന്നു. ഇതൊക്കെയാണ് ചെയ്തിരിക്കുന്നത്. ബാല്യകാലത്ത് വെണ്ണ കെട്ടു എന്നുള്ളത് മാത്രമല്ല, ഏതെല്ലാം കാലത്ത് എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന ഒരു സൊസൈറ്റിയിലാണ് ഭഗവാൻ ഇവിടെ പറയുന്നത് സ്വകർമ്മണാ തമഭ്യർച്ച്യ സിദ്ധിം വിന്ദതി മാനവഃ ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത് സ്വഭാവനിയതം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ, സ്വധർമ്മഃ ശ്രേയാൻ എന്നുള്ളത്, വിഗുണഃ പരധർമാത്, സ്വധർമ്മം ശ്രേഷ്ഠമാണ്, പരധർമാത് സ്വനുഷ്ഠിതാത് വിഗുണഃ പരധർമാത് സ്വനുഷ്ഠിതാത്. അതായത് പരധർമ്മം നന്നായി, അതായത് വിഗുണഃ സ്വധർമ്മഃ ശ്രേയാൻ. ഈ ഗുണം പ്രത്യക്ഷത്തിൽ അല്ലെങ്കിൽ പ്രകടമായിട്ട് അല്പം ഗുണക്കുറവുള്ള സ്വധർമ്മമാണെങ്കിൽ കൂടിയും അതാണ് ശ്രേഷ്ഠം നന്നായിട്ട് അനുഷ്ഠിക്കുന്ന പരധർമ്മത്തെക്കാളും എന്നുള്ളത്. അതുകൊണ്ടാണ് ഇത് അവനവൻ്റെ സ്ഥാനം പറഞ്ഞ് പ്രവർത്തിക്കണമെന്ന് പറയുന്നത്. ഇതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ഇതിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചുരുക്കത്തിൽ ഈ പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയുണ്ട്. നമ്മുടെ പറമ്പ് അത്ര മോശമായ പറമ്പാണ്. കിളച്ച് കഴിഞ്ഞിട്ട് നല്ല നട്ട് കഴിഞ്ഞാൽ വാഴ നട്ട് കഴിഞ്ഞാൽ 2 പടലേ അല്ലെങ്കിൽ 3 പടലേ ഉണ്ടാവത്തുള്ളൂ. അപ്പുറത്തെ പറമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വളക്കൂറുള്ള മണ്ണാണ്. വാഴ അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 12 പടല അല്ലെങ്കിൽ 18 പടല എന്നൊക്കെ ഉള്ള രീതി അത്രയ്ക്ക് വലിയ കൊലയുണ്ടാകും. അതുകൊണ്ട് എന്നാൽ ഈ പറമ്പിൽ നടുന്നതിന് പകരം ആ പറമ്പിൽ കൊണ്ട് നടുന്നതിനെയാണ് ഇത് പറയുന്നത് പരധർമാത് സ്വനുഷ്ഠിതാത് എന്ന് പറയുന്നത്. മറ്റുള്ളവരുടെ പറമ്പിൽ കൊണ്ടിട്ട് നല്ല രീതിയിൽ നല്ലോണം അധ്വാനിച്ച് കൃഷി ചെയ്തതിന് ശേഷം പിന്നെന്താണ്, അവനവൻ്റെ പറമ്പിൽ, മോശമായ പറമ്പിൽ വാഴ വെച്ചില്ലെങ്കിൽ 4 പടലെങ്കിലും കിട്ടുമായിരുന്നു. മറ്റവൻ്റെ പറമ്പിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ 4 പടല പോയിട്ട് അതിനകത്തുനിന്ന് ആ വഴിക്ക് നോക്കാനേ അവനെ പറ്റത്തില്ല എന്നുള്ളത്. അപ്പോൾ അതാണ് ശ്രേയാൻ അത് അന്നത്തെ ക്ലാസിഫിക്കേഷനിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിനകത്ത് ഈ സ്വധർമ്മം എന്ന് പറയുന്നതും വർണ്ണവ്യത്യാസങ്ങളൊക്കെ പറയുന്നത് കാലാകാലങ്ങളിൽ മാറുന്നതാണ്. അതിനകത്ത് ഒരു നിത്യത്വമുണ്ട്. അത് അർത്ഥത്തിൻ്റെ തലത്തിലുള്ള നിത്യത്വമാണ്. ഇന്നത്തെ സമൂഹം കൽപ്പിച്ചിരിക്കുന്ന വിധത്തിലുള്ള നിത്യത്വമല്ല. ഇത് രണ്ടാണ്. ഗുണത്തിൻ്റെ ഘടനയ്ക്കനുസരിച്ച് എല്ലാവരിലും ഈ ത്രിഗുണഭേദങ്ങളുള്ളതനുസരിച്ചിട്ട് അവർ അറിയാണ്ട് തന്നെ ഒരു ക്ലാസിഫിക്കേഷനിൽ അവർ പെട്ടിരിക്കുന്നു എന്നുള്ളതിനൊരു നിത്യത്വമുണ്ട്. അതേസമയം നിങ്ങൾ ഈ ക്ലാസ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ കയ്യിലോട്ട് സർട്ടിഫിക്കറ്റ് കുത്തിത്തരുന്നുണ്ടല്ലോ, അതിന് നിത്യത്വമില്ല. അത് സമൂഹത്തിൽ അതാത് സമയത്തുണ്ടാകുന്ന വ്യാഖ്യാനത്തിൻ്റെയും വിശകലനത്തിൻ്റെയും സമൂഹത്തിൽ ഒന്നായിട്ടുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ അധികാരികളുടെ അംഗീകാരത്താലും അവരുടെ നിശ്ചയവും ഒക്കെ വെച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ചില സമയത്താണ് ഒക്കെ ക്ലാസിഫിക്കേഷൻ എന്നും ഡീക്ലാസിഫിക്കേഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് കാണാം. ചില കാസ്റ്റുകളെ ഇവർ OBCയിലേക്ക് പെടുത്തി, ചില കാസ്റ്റുകളെ OBCയിൽ നിന്നും മാറ്റി,
ഇന്നത്തെ കാലത്ത് അത് വലിയ ഇഷ്യൂ ആണ്. എന്തെങ്കിലും അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്തുകൊണ്ട് നമ്മൾക്ക് കാണാം. ട്രാക്ടർ ഉൾപ്പെടെ വെച്ചുകൊണ്ട് റോഡ് സമരമൊക്കെ പണ്ടുണ്ടായിരുന്നു. എന്തോ ഒരു കാസ്റ്റിനെ എന്താണ് ഈ OBC-യിലേക്ക് മാറ്റണമെന്നോ അല്ലെങ്കിൽ OBC-യിൽ നിന്ന് ST-യിലേക്ക് മാറ്റണമെന്നോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഒരു കാസ്റ്റിനെ വേറൊരു വിധത്തിലേക്ക് മാറ്റാം എന്നുള്ളത് നമുക്ക് കാണാം. പിന്നെ ചിലരാണെന്നുണ്ടെങ്കിൽ പണ്ട് കാലത്ത് SC ST OBC എന്നുള്ള രീതിയിലൊന്നുമുള്ള കാസ്റ്റ് അല്ല, അങ്ങനത്തെ വിഭജനമല്ല. അവർ SC ആണെന്നോ ST ആണെന്നോ ഒക്കെ പിന്നീട് ഭരണഘടന ഒക്കെ രൂപപ്പെട്ട് അല്ലെങ്കിൽ ഈ ബ്രിട്ടീഷുകാരാണ് ഇത് ST എന്നും ഇത് ഷെഡ്യൂൾഡ് ട്രൈബ് എന്നും ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്നും ഒക്കെ പറഞ്ഞിട്ട് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. മുമ്പാണെന്നുണ്ടെങ്കിൽ ഇവരൊരു ഗ്രൂപ്പ് ഓരോരോ ഗ്രൂപ്പുകളായിട്ട് അറിയപ്പെടുന്നു. അന്ന് എല്ലാവരുടെയും ലക്ഷ്യം എന്ന് പറയുന്നത് എല്ലാവർക്കും ഉത്കൃഷ്ടത, ഈ പറഞ്ഞിരിക്കുന്ന മാതിരി ഉത്കൃഷ്ടതയ്ക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാമെന്നുള്ള രീതിയിൽ അവരവരുടേതായിട്ടുള്ള രീതിയിൽ ചെയ്യുന്നു എന്നുള്ളത്. പിന്നെ സമൂഹത്തിലാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും ഒരു നിയമത്തിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും. അത് നമുക്ക് സമൂഹത്തിനെ കുറിച്ചൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല. സമൂഹം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ആരെ കുറ്റം പറയണമെന്നെങ്കിൽ അവരവൻ്റെ പൂർവികരെ കുറ്റം പറയണമല്ലോ, വേറെ ആരെ കുറ്റം പറയാൻ. അവനവൻ്റെ പൂർവികരെ കുറ്റം പറയാൻ വേണ്ടിയിട്ടാണ് പഠിപ്പിച്ചു വിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവൻ്റെ തന്തയ്ക്കും തള്ളയ്ക്കും തെരുവിളിക്കുന്നതിന് വേണ്ടിയിട്ടല്ലല്ലോ ആരെയും പഠിപ്പിച്ചു വിടുന്നത്. അപ്പം ചുരുക്കത്തിൽ കുറ്റം പറച്ചിലിൻ്റെ ആവശ്യമേ ഇല്ല എന്നുള്ളത്. അപ്പം ശ്രേയാൻ സ്വധർമ്മോ വിഗുണഃ പരധർമാത് സുനിഷ്ഠിത. അതുകൊണ്ട് നന്നായിട്ട് അനുഷ്ഠിക്കുന്ന പരധർമ്മത്തെക്കാളും ഗുണം കുറവുള്ള, അതാണ് വിഗുണഃ എന്ന് പറഞ്ഞാൽ. വിപരീത ഗുണം എന്നുള്ള അർത്ഥം എടുക്കരുത്, ഗുണലോപം ഉള്ളതാണെന്ന് അർത്ഥം എടുക്കാം. അല്ലെങ്കിൽ വിപരീത ഗുണമുള്ളതാണെന്നുണ്ടെങ്കിൽ തലപോകുന്ന കാര്യമാണെങ്കിൽ അത് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഗുണം കുറവുള്ളതാണെങ്കിലും അത് ചെയ്യണം. സ്വഭാവനിയതം കർമ്മ കുർവന്നാപ്നോതി കിൽബിഷം. സ്വഭാവനിയതം വിഷജാതഃ ഇവ കൃമിഃ കിൽബിഷം നാപ്നോതി ഇതി ഉക്തം എന്നാണ്. അതായത് സ്വഭാവനിയതം കർമ്മ, അപ്പോൾ അവനവൻ്റെ സ്വഭാവത്തിനനുസരിച്ച കർമ്മമാണെന്നുണ്ടെങ്കിൽ കിൽബിഷം കുർവൻ ആപ്നോതി. കുർവന് കിൽബിഷം ന ആപ്നോതി, കുർവന് ന ആപ്നോതി, കുർവൻ ആപ്നോതി. അപ്പം കുർവന് ന ആപ്നോതി അത്രയുണ്ട് കേട്ടോ, കുർവൻ ആപ്നോതി. അതായത് സ്വഭാവനിയതം കർമ്മ, സ്വഭാവത്തിനനുസരിച്ച കർമ്മമാണെന്നുണ്ടെങ്കിൽ കിൽബിഷം ദുരിതം, കിൽബിഷം ന ആപ്നോതി, കിൽബിഷം ന ആപ്നോതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വഭാവത്തിനനുസരിച്ച കർമ്മമാണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് കിൽബിഷം പാപം ബാധിക്കുകയില്ല. അപ്പോൾ ഇപ്രകാരം ഭഗവാനെ നമുക്ക് പറയുന്നത് നമുക്ക് കാണാം. അതായത് സ്വഭാവനിയതം കർമ്മ കിൽബിഷം ന ആപ്നോതി എന്ന് പറഞ്ഞാൽ ഈ ശ്ലോകത്തിനെ വെച്ചുകൊണ്ട് മഹാഭാരതത്തിലെ വ്യാധൻ്റെ കഥയൊക്കെ ഉള്ളതും ഈ ശ്ലോകവുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരു വ്യാധന് അല്ലെങ്കിൽ പിന്നീട് വ്യാധനാണല്ലോ ഇറച്ചിവെട്ടുകാരൻ എന്നുള്ള രീതിയിൽ നമുക്ക് കാണാം. മഹാഭാരതത്തിലെ ഇറച്ചിവെട്ടുകാരനെ സ്വകർമ്മം ചെയ്തുകൊണ്ട് സിദ്ധിയെ പ്രാപിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണുന്നു. അതിനകത്ത് ദോഷം എന്ന് പറയുന്നത് കാണുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഏത് കർമ്മം ചെയ്യുന്നു എന്നുള്ളതിന് പ്രസക്തിയില്ല. അത് നമുക്ക് കാണാം. ശ്രീരാമചന്ദ്രൻ മഹാപ്രഭുവിൻ്റെ യാത്രയിലാണെങ്കിൽ ശബരി എന്ന് പറഞ്ഞിരിക്കുന്ന വനവാസി സ്ത്രീ, ആ വനവാസി സ്ത്രീയുടെ പൂജ ബ്രാഹ്മണന് കൊടുക്കുന്ന പൂജയും വനവാസ സ്ത്രീയുടെ പൂജയും തമ്മിലൊരു ഭേദവും ഭഗവാൻ ഉണ്ടായിരുന്നില്ല. എന്ന് മാത്രമല്ല ഇവിടെ അതായത് ബ്രാഹ്മണരെന്ന് ഉദ്ദേശിക്കുന്നത് വസിഷ്ഠ മഹർഷിയുടെ പൂജ, അല്ലാതെ വേറൊരു അർത്ഥത്തിലൊന്നും അല്ല പറഞ്ഞത്. കാരണം അന്നത്തെ വിശ്വാമിത്ര മഹർഷിയുടെ പൂജ, വിശ്വാമിത്ര മഹർഷി രാമനെ പൂജിക്കുന്നു, അല്ലെ വസിഷ്ഠ മഹർഷി രാമനെ പൂജിക്കുന്നു. അവരുടെ പൂജയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ളൊരു പൂജയായിട്ട് ശ്രീരാമചന്ദ്രന് ഈ ശബരിയുടെ പൂജ എടുത്തില്ല. പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇപ്പം അത്രി മഹർഷിയുടെ ആശ്രമത്തിൽ ഇങ്ങനെ നമുക്ക് കാണാം, ഓരോരോ മഹർഷിമാരുടെ ആശ്രമത്തിൽ പോകുന്ന രാമനെ കാണാം. അവരിലോ ആരുടെ ആശ്രമത്തിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാലും അവരെല്ലാം ബ്രാഹ്മണ ആ തരത്തിലുള്ള പൂജ സ്വീകരിക്കുന്നു എന്നുള്ള രീതിയിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിക്കഴിയുമ്പോൾ ഇപ്പം അതുകൊണ്ട് ചോദ്യം വരേണ്ട ഉടനെ വിശ്വാമിത്ര മഹർഷി ബ്രാഹ്മണനല്ലല്ലോ, ക്ഷത്രിയനാണോ? ബ്രാഹ്മണനാവട്ടെ ക്ഷത്രിയനാവട്ടെ, അതല്ല ഇവിടുത്തെ വിഷയം. ഇവിടുത്തെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഋഷിയുടെ പൂജ സ്വീകരിച്ചു കഴിഞ്ഞാലും ശബരതരുണിയുടെ, അതാണല്ലോ ശബരിയുടെ പൂജ സ്വീകരിക്കുമ്പോഴും ഭഗവാനെ സംബന്ധിച്ചിടത്തോളം വ്യത്യാസമില്ല എന്ന്. അപ്പോൾ ഇതാണ് സിദ്ധിം വിന്തതി മാനവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അപ്രകാരം നമ്മൾ നോക്കിക്കഴിയുമ്പോഴാണ് ഇതിൻ്റെ ആ വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നത്.
എന്ത് കർമ്മം ചെയ്യുന്നു എന്നുള്ളതല്ല, പകരം നമുക്ക് ഭക്തനായിരുന്നാൽ മതി എന്നുള്ളതാണ്. ആദ്യം ഭക്തനാകൂ, അങ്ങനെ വരുമ്പോൾ പിന്നീട് ഭഗവാൻ തന്നെ നമുക്ക് ആ കർമ്മങ്ങളുടെ ശുദ്ധി എന്ന് പറയുന്നു ബാക്കിയുള്ളതെല്ലാം നമുക്ക് നമ്മളോട് ചേർത്ത് വെച്ചുകൊള്ളൂ. അതാണ്. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.